ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നിഷിദ്ധമായ സമ്പാദ്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾ ജാഗ്രത പുലർത്തണം എന്നതാണ്. നമ്മുടെ ഇഹപര വിജയത്തിന്റെ നിദാനം അതാണ്. സമ്പാദ്യത്തിൽ അനുവദനീയമെന്നോ നിഷിദ്ധമെന്നോ പരിഗണിക്കാത്തത് നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയുമുള്ള വിജയത്തെ ബാധിക്കുമെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. പണത്തോട്, മുതലിനോട്, ഭൗതികമായ സുഖങ്ങളോടൊക്കെയുള്ള താല്പര്യം അള്ളാഹു അനുവദനീയമാക്കിയതിലൂടെ മാത്രമല്ല ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുന്നത് എന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ലോകത്തുണ്ടാവുന്ന കാര്യങ്ങൾ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരും, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം, നിഷിദ്ധമാക്കപ്പെട്ടതിൽ നിന്നാണോ അനുവദനീയമാക്കപ്പെട്ടതിൽ നിന്നാണോ സമ്പാദിച്ചത് എന്ന് ഒരു വ്യക്തി പരിഗണിക്കാത്ത ഒരു കാലം, എങ്ങനെയും ഭക്ഷണം കഴിക്കുന്ന കാലം, ഏത് രീതിയിലും വസ്ത്രം ധരിക്കുന്ന കാലം, എങ്ങനെയും സുഖങ്ങൾ തേടുന്ന കാലം ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരാനുണ്ടെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊന്നും നമ്മിലൂടെ പുലരരുത് എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ശ്രദ്ധേയമാണ്, ലാ തസൂലു ഖദമു ബിനി ആദമ യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി അസ്സ വജൽ, മഹാശക്തവാനായ പ്രതാപവാനായ സമ്പൂർണ്ണ മഹത്വങ്ങളുള്ള അല്ലാഹു തമ്പുരാന്റെ സവിധത്തിൽ വെച്ച് അന്ത്യദിനത്തിൽ മനുഷ്യപുത്രന്റെ ഒരു കാൽപാദം മുന്നോട്ട് ചലിക്കുകയില്ല, അത് നീങ്ങുകയില്ല. ഹത്താ യസ്അലഹു അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ചോദ്യം ചെയ്ത് ആ ചോദ്യത്തിന് കൃത്യമായ പ്രത്യുത്തരം നൽകിയാലല്ലാതെ മനുഷ്യന്റെ പാദം മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല. അൻ ഉംരിഹി ഫീമാ അഫ്നാ, അവന്റെ ആയുഷ്കാലം അവൻ ഏത് രീതിയിലാണ് നശിപ്പിച്ചത് എന്നതിന് മറുപടി പറയാതെ, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, ആ ആയുഷ്കാലത്തിൽ നിന്ന് തന്നെ അവൻ അല്ലാഹു നൽകിയ അനുഗ്രഹമാകുന്ന യൗവന കാലഘട്ടം അവൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ചും മറുപടി പറയാതെ, പിന്നെയോ അവന്റെ ഈ ആയുഷ്കാലത്ത് വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അവൻ എങ്ങനെയാണ് എവിടെ നിന്നാണ് ധനം സമ്പാദിച്ചത് എന്നും അവൻ ഏത് രീതിയിലാണത് ചെലവഴിച്ചത് എന്നും അവൻ മറുപടി പറയാതെ, വമാ അമില ഫീമാ അലിമ, അവൻ അറിയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നും അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാതെ ഖിയാമത്ത് നാളിൽ 1 ഇഞ്ച് പോലും അവന്റെ പാദം മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല എന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സകലമാന മേഖലകളിലും അല്ലാഹു തആല അനുവദിച്ചിട്ടില്ലാത്ത സമ്പാദ്യങ്ങൾ കലർന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. ചിലത് പലിശയിലൂടെയാവാം, ചിലത് ഹറാമായ വർത്തമാനങ്ങളിലൂടെ നേടിയെടുത്തതാവാം, മറ്റു ചിലതാവട്ടെ
ഒരിക്കലും നമുക്ക് അനുവദനീയമല്ലാത്ത, നമുക്ക് അവകാശമില്ലാത്ത അന്യയാളുകളുടെ സമ്പാദ്യം നമ്മളുടെ സമ്പാദ്യത്തിൽ കലർന്നിട്ടാവാം. ഏതായാലും മുഅ്മിനീങ്ങളായ നമ്മൾ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു തമ്പുരാൻ നമ്മുടെ നന്മകൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അല്ലാഹു തമ്പുരാൻ നിഷിദ്ധമാക്കിയിട്ടുള്ള സമ്പാദ്യങ്ങൾ നമ്മുടെ സമ്പാദ്യത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അതിനെ തൂത്ത് വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ ഒഴിവാക്കിയിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. റമദാൻ അതിന്റെ ഒരു സമയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു തആല ഉത്തമനാകുന്നു. ഉത്തമമായതിനെയല്ലാതെ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയുമില്ല. ഇത് നമ്മൾ സാന്ദർഭികമായിട്ടൊന്ന് വിശദീകരിക്കണം. ഒരുപക്ഷേ സമ്പാദ്യത്തിൽ അല്ലാഹു തആല നമുക്ക് വലിയ അനുഗ്രഹം ചൊരിയുന്നതിനിടയിൽ നമ്മൾ ഒരുപാട് സ്വതക്കകൾ നൽകുന്നവരായിരിക്കും, നമ്മൾ സക്കാത്തുകൾ നൽകുന്നവരായിരിക്കും, നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരും ഹദിയ കൊടുക്കുന്നവരും ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സമ്പത്ത് ഉപയോഗിച്ച് ചെയ്യുന്നവരുമായിരിക്കും. ആ സമ്പാദ്യത്തിൽ അല്ലാഹു നിഷിദ്ധമാക്കിയ പലിശയുടെ കലർപ്പുണ്ട് എങ്കിൽ, നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിൽ അല്ലാഹു തമ്പുരാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കള്ളക്കച്ചവടമാണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ, ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു തആല ഉത്തമനാണ്, അവൻ നല്ലവനാണ്, അല്ലാഹു ശുദ്ധനാണ്, അല്ലാഹുവിൽ കലർപ്പില്ല, അല്ലാഹുവിൽ മായമില്ല. ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അതുകൊണ്ട് മായമില്ലാത്തതേ, കലർപ്പില്ലാത്തതേ, യാതൊരു ചെളിയും പുരളാത്ത ശുദ്ധമായത് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ചില ആളുകൾ ഉണ്ടാവും അങ്ങനെ, ഇതുപോലെയുള്ളത് സ്വതക്ക ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഒരിക്കലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ശുദ്ധമായത് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു തആല കബൂലാക്കുകയില്ല. തന്നെയുമല്ല, അതിന്റെ പേരിൽ അല്ലാഹു തആല ഒരുപാട് ശിക്ഷകൾ നമുക്ക് നൽകുകയും ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതുപയോഗിച്ച് ഹജ്ജിന് പോയാൽ എങ്ങനെയാണ് അല്ലാഹു തആല ആ ഹജ്ജ് സ്വീകരിക്കുക? അതുപയോഗിച്ച് ഉംറക്ക് പോയാൽ എങ്ങനെയാണ് അല്ലാഹു തആല ആ ഉംറയെ കബൂലാക്കുക? അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു നിതാന്ത ജാഗ്രത നമ്മൾ പുലർത്തൽ വളരെ അനിവാര്യമാകുന്നു. അതേ സമയത്ത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹറാമായ സമ്പാദ്യം നമ്മുടെ സമ്പാദ്യത്തിൽ വന്നാൽ ആ സമ്പാദ്യത്തെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്ന കാര്യം പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് പലിശ വല്ലാതെ വന്നു കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ നിയമപ്രകാരം, രാജ്യത്തിന്റെ നിയമപ്രകാരം നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരുപക്ഷെ അതിൽ കലർപ്പായ പലിശ വന്ന് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ ഈ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്നതിനിടയിൽ സമ്പാദ്യം നിക്ഷേപിച്ചപ്പോൾ അതിൽ ഒരുപാട് പലിശയുടെ പൈസ വന്നു ചേർന്നു. ആ പലിശയുടെ പണം എന്തു ചെയ്യും? അത് കൊണ്ടുപോയി കുളത്തിൽ വലിച്ചെറിയാമോ? അത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പുഴയിൽ ഒഴുക്കാമോ? പാടില്ല. ആ സമ്പാദ്യം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറയുന്നത്. അത് ഒഴിവാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതിന്റെ സംക്ഷിപ്ത രൂപം ഇതാണ്. ഒരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ മോഷണ മുതൽ അയാളുടെ അടുക്കലുണ്ട്, ആ മോഷണത്തിലൂടെ ഉണ്ടായ സമ്പാദ്യം അയാളുടെ അടുക്കലുണ്ട് എങ്കിൽ ആ മോഷണ മുതൽ അതിന്റെ ഉടമക്ക് തിരിച്ചു കൊടുക്കുക എന്നതാണ് അനിവാര്യമായ സംഗതി. അതെങ്ങനെയെങ്കിലും അതിന്റെ അവകാശികളിലേക്ക് എത്തിക്കുക. അവൻ ഒരു കാരണവശാലും അതിന്റെ അവകാശിയെ കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ അതിനനുസൃതമായ രീതിയിൽ അവന്റെ ധനത്തെ അവൻ ശുദ്ധീകരിക്കുക. അവൻ സ്വതക്കയിലൂടെയോ മറ്റുള്ള ദാനങ്ങളിലൂടെയോ അവന്റെ ധനത്തെ അവൻ ശുദ്ധീകരിക്കുക. ഇനി മറ്റൊരു കാര്യം, ഒരുപാട് പലിശയുടെ പൈസ ഉണ്ടായി, സമാനമായ രീതിയിൽ നിഷിദ്ധമായതുണ്ടായി.
അങ്ങനെയുള്ളത് അവകാശികളാണ് എങ്കിൽ അവർക്ക് എത്തിക്കാം. അവകാശികളില്ലാത്ത ഒന്നാണെങ്കിലോ അവൻ ഭൂമി പിടിച്ചെടുത്തതാണ്. റമളാനിലെ വാള് കേട്ടിട്ട് അവൻ തീരുമാനിച്ചു, റബ്ബേ ഞാനത് പിടിച്ചെടുത്തതാണല്ലോ, അതെന്റേതല്ലല്ലോ, അത് സർക്കാരിന്റേതാണല്ലോ, അത് അയൽവാസിയുടേതാണല്ലോ, എന്റെ ജ്യേഷ്ഠന്റേതാണല്ലോ യഥാർത്ഥത്തിലത്. അത് ഞാൻ എന്റെ പേരിൽ വില്ലേജ് ഓഫീസർമാരെ സ്വാധീനിച്ചുണ്ടാക്കിയതാണല്ലോ, അത് തിരിച്ചു കൊടുക്കുക. അതിന്റെ പേരിൽ എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായാലും അത് തിരിച്ചു കൊടുക്കുക. എന്നാൽ പലിശ പോലെയുള്ള സമ്പാദ്യം ഒരുപക്ഷെ അതൊഴിവാക്കണമെങ്കിൽ ഒരവകാശിയെ നമുക്ക് കാണുവാൻ കഴിയില്ല. ആ സന്ദർഭത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, അതിനെ മുസ്ലിം സമുദായത്തിന്റെയോ ജനങ്ങളുടെയോ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന്. പൊതുവായ കാര്യങ്ങൾ ഒരാളുടെയും പ്രത്യേകമായ ഉടമസ്ഥതയിലില്ലാത്ത രീതിയിലുള്ള സംഗതികൾക്ക്, റോഡ് പണിയാനും അതുപോലെയുള്ള ഹുർമത്തുകളില്ലാത്ത പ്രത്യേകമായ സംവിധാനങ്ങൾക്ക് വേണ്ടിയും അതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ അതിനെ അവൻ കൊടുക്കുമ്പോൾ, ആ സമ്പാദ്യത്തെ അവൻ അവന്റെതിൽ നിന്ന് ശുദ്ധീകരിക്കുമ്പോൾ, ഞാൻ ഈ ശുദ്ധീകരിക്കുന്നത്, ഞാൻ ഈ കൊടുക്കുന്നത് ഒരു സ്വതക്കയാണ് എന്നോ എനിക്കൊരു പ്രതിഫലം ലഭ്യമാകുന്നുവെന്നോ ഒരിക്കലും അവൻ ചിന്തിക്കാനേ പാടില്ല. ഇത് കേട്ടിട്ട് നഊദു ബില്ലാഹ്, എന്നാൽ അങ്ങനെ പലിശ ഉണ്ടായാൽ കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ധരിക്കാനും പാടില്ല. ഈ മഹാപാതകം, ഈ മഹാകുറ്റം, മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ അല്ലാഹു ഗൗരവം നൽകിയ ഈ കുറ്റം ഒരിക്കലും അനുവദനീയമല്ലാത്തതാണ്. സബഉൽ മുബിഖാത്തിൽപ്പെട്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ. അങ്ങനെയുള്ളതിൽ അറിയാതെ പെട്ടുപോയാൽ, അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ പെട്ടുപോയി, ആ സമ്പാദ്യം കുറെ വന്നു, അങ്ങനെയുള്ള ഘട്ടത്തിലുള്ള ഒരു പരിഹാരം മാത്രമാണ് അവൻ അല്ലാഹു തആല കൂലി നൽകുന്നത്. അല്ലാഹു തമ്പുരാൻ നിഷിദ്ധമാക്കിയ ഹറാമിൽ നിന്നവൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിലും റഹ്മാനായ റബ്ബിനോടവൻ പശ്ചാത്തപിച്ചു മടങ്ങാൻ തയ്യാറായല്ലോ എന്നതിനും വേണ്ടിയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത് മുർസലീങ്ങളോട് അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്. ഇനി മുർസലീങ്ങളോട് കൽപ്പിച്ചത് പറഞ്ഞാൽ മതിയല്ലോ. യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. അല്ലയോ പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലതിൽ നിന്ന് കഴിക്കണേ. കഴിക്കാന്ന് പറഞ്ഞാൽ സമ്പാദ്യം ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണമായതുകൊണ്ടാണ് കുലു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് സമ്പാദ്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ ചെലവഴിക്കലുകൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സമ്പാദ്യവും മിനത്വയ്യിബാത്, അത് ഉത്തമമായതിൽ നിന്നാകണേ. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും ചെയ്യണമേ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ പലപ്പോഴും ആലോചിച്ച ഒരു കാര്യമാണ്, ഹജ്ജിന് പോകുന്ന സന്ദർഭങ്ങളിൽ പടച്ചോനെ എന്താണ് ഇവരുടെ ഹജ്ജൊക്കെ ഇങ്ങനെ, അത് വിലയിരുത്താനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. പക്ഷേ ഹജ്ജിന്റെ ഹുർമത്ത് പാലിക്കാത്ത ആളുകൾ, മക്കയിൽ വന്ന് ഹറമിൽ വന്ന് തവാഫ് ചെയ്യുന്ന അവസരത്തിൽ പോലും മനഃശുദ്ധി പ്രകടിപ്പിക്കാത്ത ആളുകൾ, മിനയിൽ നിന്നും അറഫയിൽ നിന്ന് പോലും ആ ഒരു തഖ്വയോടുകൂടെ ഇടപെടാത്ത ആളുകൾ, ഇങ്ങനത്തെ ഒരുപാട് ഹാജിമാർ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നമ്മൾക്ക് തോന്നുന്നത് പോലെ അവരെ ഇങ്ങനെ കാണുമ്പോ നഊദു ബില്ലാഹ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്ക് പോയാൽ, എന്തുകൊണ്ട് ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്നു, എന്തുകൊണ്ട് മക്കയിൽ വന്ന് ഇങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് അവർക്ക് സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജിലേക്ക് എത്താൻ അവരുടെ അമലുകൾ കൊണ്ട് സാധ്യമായില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല, അവരുടെ സമ്പാദ്യത്തിൽ കലർപ്പുണ്ടായിരുന്നു.
അവരതിനു വേണ്ടി ഉപയോഗിച്ചത് ഒരുപക്ഷേ ഹറാമും ഹലാലും കൂടിക്കലർന്നതോ അതല്ലെങ്കിൽ ഹറാമ് മാത്രമായതോ ആയിരിക്കും. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. നിങ്ങളെല്ലാവരും ഒരു ഷഹാദത്ത് ചൊല്ലൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇതേതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തെ ബാധിക്കുന്ന ഒന്നല്ല. ഇതേതു മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളും ഏത് രീതിയിൽ സമ്പാദിക്കുന്ന ആളുകളും എന്റെ പ്രിയപ്പെട്ട കൊച്ചു വിദ്യാർത്ഥികളെ നിങ്ങളുടെയും ജീവിതത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. ഹലാലായത് മാത്രം ആഹരിച്ചാൽ വൽ അർളു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നിങ്ങൾ നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലതിൽ നിന്ന് കഴിക്കണേ. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ നല്ലത് പ്രവർത്തിക്കണേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലിന്റെ ഭാഗമാകുന്നു അവന്റെ സന്താനങ്ങൾ, അവന്റെ മക്കൾ. നല്ല മക്കളെ ലഭ്യമാവണോ നിങ്ങൾക്ക്? കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് തിന്നണം, നിങ്ങൾ നല്ലതാഹരിക്കണം, നിങ്ങൾ മക്കൾക്ക് നല്ലത് കൊടുക്കുകയും വേണം. മക്കൾക്ക് സമ്പാദിക്കുന്ന മക്കൾ കഴിക്കുന്നതിൽ നിന്ന് മക്കൾ കഴിക്കുന്നതിൽ ഒരിക്കലും ഒരു ഹറാമും കൂടിക്കലരരുത്. മഹാനായ സയ്യിദുനാ റബീഅത്ത് ഇബ്നുൽ ഫറൂഖ് റളിയല്ലാഹു അൻഹു, റബീഅ റളിയല്ലാഹു അൻഹു 27 വയസ്സ് പ്രായമായിരിക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു മുഹദ്ദിസുൽ മദീന. അദ്ദേഹം മദീനയിലെ മുഹദ്ദിസായിരുന്നു. അദ്ദേഹം വലിയ ഖുർആൻ പണ്ഡിതനായിരുന്നു. റബീഅത്ത് ഇബ്നുൽ ഫറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ മദീനയിലെ മസ്ജിദുൻ നബവിയുടെ തൊട്ടടുക്കലുള്ള തന്റെ വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ തന്റെ പള്ളിയിലേക്ക്, റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് ളുഹർ സമയത്ത് പോകാൻ ഒരുങ്ങുകയാണ്. ആ സമയത്താണ് ഒരാള് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. ഒരു വാർദ്ധക്യത്തോടടുത്ത ഒരാൾ. റബീഅയോട് ഈ വന്നയാള് ചോദിച്ചു, ഇതാരാണ് എന്റെ വീട്ടിൽ? റബീഅ ചോദിച്ചു, നിങ്ങളുടെ വീടോ? ഇത് എന്റെ വീടാണല്ലോ. അയാള്, നിന്റെ വീടോ? ഇത് എന്റെ വീടാണ്. അങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോ റബീഅയുടെ ഉമ്മ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീടിന്റെ ഈ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ റബീഅ, നിന്റെ വർത്തമാനം നിർത്തൂ. നിനക്ക് മനസ്സിലായില്ലല്ലോ ഇതാരാണ് എന്ന്. 27 കൊല്ലം മുമ്പ് നിന്നെ ഞാൻ ഗർഭം ചുമന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ നിന്ന് ജിഹാദിന് വേണ്ടി പോയ നിന്റെ ഉപ്പയായ ഫറൂഖാണ് മോനെ. വാപ്പ തിരിച്ചു വന്നതാണ്. പത്രത്തിലൊക്കെ കാണൂലേ നമ്മൾ 30 കൊല്ലം കഴിഞ്ഞിട്ട് പിതാവെത്തി എന്നൊക്കെ. എന്നതുപോലെ പിതാവിനോട് കൈപിടിച്ച് സലാം പറഞ്ഞ് ഒരല്പസമയം സംസാരിച്ചിട്ട് മോൻ പറഞ്ഞു, ഉപ്പ, പള്ളിയിൽ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, ഞാൻ പോയിക്കോട്ടെ. വാപ്പ സമ്മതം കൊടുത്തു. മകൻ പോയി. പിതാവ് വീടിന്റെ ഉള്ളിലേക്ക് കയറി ഭാര്യയോട് സംസാരിക്കുമ്പോൾ ചോദിച്ചു, പെണ്ണേ, 27 കൊല്ലം മുമ്പ് നിന്നോട് യാത്ര പറഞ്ഞ് ഞാൻ പോകുമ്പോ നീ അന്ന് ഗർഭിണിയായിരുന്നു. നിനക്ക് ഞാൻ അന്ന് 20,000 ദീനാറുകൾ തന്നിരുന്നല്ലോ എന്റെ സമ്പാദ്യത്തിൽ നിന്ന്, നിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഗർഭിണിയായ നിന്റെ പ്രസവത്തിന് വേണ്ടി, നിന്റെ ചെലവുകൾക്ക് വേണ്ടി. അത് നീ എങ്ങനെ ചെലവഴിച്ചു എന്ന് എനിക്കറിയണം. അത് നീ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് എനിക്കറിയണം. ഏറ്റവും നല്ല ഒരു ഭാര്യയുടെ സ്വഭാവമാണല്ലോ ഭർത്താവിനെ തന്റെ സാമ്പത്തികമായ കാര്യത്തിൽ ഭർത്താവിനെ സഹായിക്കുകയും ഭർത്താവിന്റെ സമ്പത്തിൽ സുരക്ഷ നൽകുകയും ചെയ്യുക എന്നുള്ളത്. ഈ സ്ത്രീ പറഞ്ഞു, റബീഅയുടെ ഉമ്മ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പള്ളിയിലേക്ക് പോകൂ. പള്ളിയിൽ നിസ്കാരത്തിന്റെ സമയമായല്ലോ, നിങ്ങൾ ജമാഅത്തിൽ പങ്കെടുക്കൂ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ഞാനത് ഉപയോഗപ്പെടുത്തിയത് എന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്.
അദ്ദേഹം ജമാഅത്തിന് പോയി. പള്ളിയിൽ വളരെ പിറകിലാണ് സ്ഥലം കിട്ടിയത്. സ്ഥലം കിട്ടിയ അദ്ദേഹം നോക്കുമ്പോഴുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ സമീപത്തായി ഒരു സുമുഖനായ ഒരാൾ. മുഖമങ്ങ് വ്യക്തമാകുന്നില്ല, പക്ഷേ മുഖത്ത് നല്ല വെളിച്ചമുണ്ട്. മനോഹരമായി സംസാരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ഹദീസുകൾ പറയുന്നു, അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുന്നു. കൂടെയുള്ള ആളോട്, റബീഅയുടെ ഇപ്പുറത്തുള്ളയാളോട്, ഫറൂഖിന്റെ ഇപ്പുറത്തുള്ളയാളോട് അദ്ദേഹം ചോദിച്ചു, പ്രിയപ്പെട്ട സഹോദര, അതാരാണ് ആ സംസാരിക്കുന്നത്? അയാൾ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? നിങ്ങൾക്കിതറിയില്ലേ? ഹാദാ റബീഅത്ത് ഇബ്നുൽ ഫറൂഖ്. ഇത് ഫറൂഖിന്റെ മകനായ റബീഅ എന്നവരാണ്. ഇത് മുഹദ്ദിസുൽ മദീനയാണ്, ഇത് ഇമാമുൽ മദീനയാണ്. റബീഅയുടെ ഉപ്പ ഓടുകയാണ്, തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഓടുകയാണ്. തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, പെണ്ണേ, എനിക്ക് 20,000 ദീനാറുകളുടെ കണക്ക് നീ പറഞ്ഞു തരേണ്ടതില്ല. കാരണം അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഉത്തമമായ ഒന്നിനെയാണല്ലോ എനിക്ക് നീ നൽകിയത്. നമ്മളുടെ പൊന്നുമോൻ മദീനയിലെ മുഹദ്ദിസാണല്ലോ, മദീനയിലെ ഇമാമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ സ്വാലിഹാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നല്ലത് സമ്പാദിച്ച് മക്കൾക്ക് നല്ലത് കൊടുത്താൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ മക്കൾ നിസ്കരിക്കുന്ന മക്കൾ തന്നെ, നിങ്ങളുടെ മക്കൾ ദീനുള്ള മക്കൾ തന്നെ. നിങ്ങൾ ഗൾഫിൽ പോയി മുതലാളിയുടെ കടയിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോ മുതലാളി ഇല്ലാത്ത സന്ദർഭത്തിൽ ആ വലിപ്പിൽ നിന്ന് പൈസ എടുത്തിട്ടത് സ്വന്തം കീശയിലിട്ടിട്ട് അതുകൊണ്ട് പറമ്പ് വാങ്ങിയാൽ, അതുകൊണ്ട് മക്കൾക്ക് അയച്ചു കൊടുത്താൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ മക്കൾ അപകടകാരികളായി വളരും, നിങ്ങളുടെ മക്കൾ അനുസരണയില്ലാത്തവരായി വളരും. അങ്ങനെ മക്കളിൽ തിന്മകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ സ്വാലിഹാ. ഈ ആയത്തോതിയിട്ട് വീണ്ടും ഒരായത്തോതി, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ നല്ലതേ തിന്നാവൂ. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയുടെ മുമ്പിലേക്ക് ചെന്നപ്പോൾ അവിടെയുണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന കാരക്കകളിൽ നിന്ന് തന്റെ പൊന്നുമകനായ, തന്റെ ചെറിയ മകനായ, തന്റെ പേരക്കിടാവായ ഹസൻ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് കാരക്ക എടുത്തു തിന്നുന്നു. ഒരു ചെറിയ കുട്ടിയല്ലേ, സാരമില്ല. മാങ്ങ കൊണ്ടുവരുമ്പോ അയൽവാസിയുടെ മാങ്ങ എടുക്കുമ്പോ, അപ്പുറത്ത് നിന്ന് തേങ്ങ എടുക്കുമ്പോ, ഇപ്പുറത്ത് നിന്ന് അടക്ക എടുക്കുമ്പോ സാരല്ല, ചെറിയ കുട്ടിയല്ലേ. ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ തന്നെ അങ്ങനെയാണ് മറുപടി എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചത്, റസൂലുള്ളാഹി തങ്ങൾ തന്റെ വിരൽ ആ കുട്ടിയുടെ വായിലേക്ക് ഇട്ടു. കഖിൻ കഖിൻ, മോനെ അത് തുപ്പിക്കളയൂ. നിനക്കറിയില്ലേ നമുക്ക് സക്കാത്തിന്റെ ധനത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന കാര്യം? സക്കാത്ത് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ അഹ്ലുൽ ബൈത്തിന് ഹറാമായതാണ്, അത് നിഷിദ്ധമായതാണ്, ഇത് നമുക്ക് പാടില്ല എന്ന കാര്യം നിനക്കറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പിഞ്ചുമകനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിക്ക മാത്രല്ല, അത് ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം, എന്നാലേ മക്കൾ നന്നാവുള്ളൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകനെ കണ്ടപ്പോൾ മകന്റെ തലമുടിയിലുണ്ട് നിറയെ എണ്ണ. മകന്റെ തലമുടി ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് വളരെ മിനുക്കി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തലമുടിയിലേക്ക് ഇങ്ങനെ നോക്കി, എന്നിട്ട് ചോദിച്ചു, മോനെ, എന്താണ് തലമുടിയിൽ നല്ല എണ്ണ പുരണ്ടിട്ടുണ്ടല്ലോ, നമ്മളുടെ വീട്ടിൽ ഈ പുരട്ടാനുള്ള എണ്ണയൊന്നുമില്ലല്ലോ, ഇത് എവിടുന്ന് കിട്ടി? റളിയല്ലാഹു അൻഹുവിനോട് മകൻ പറഞ്ഞു, അപ്പാ,
ബൈത്തുൽ മാലിൽ നിന്ന് ഡമസ്കസിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അത് വിതരണം ചെയ്യുന്നിടത്ത് ഞാൻ പോയപ്പോ ആ എണ്ണ വിതരണം ചെയ്തിട്ട് അതിന്റെ ബാക്കി വന്നിരുന്ന വീപ്പകളുണ്ടല്ലോ, അതിന്റെ കവറുകളുണ്ടല്ലോ, ആ കവറുകളിൽ നിന്ന് എന്റെ കയ്യിലേക്ക് ഞാൻ പുരട്ടിയിട്ട് അതാണ് എന്റെ തലയിലേക്ക് ഞാൻ പുരട്ടിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്നു. ഇവിടെ എന്താണ്? വളരെ നിസ്സാരം, അത് ഒരു ഉപകാരമില്ലാത്ത പോകാവുന്ന ഒരു സംഗതി, ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത, ആവശ്യമില്ലെന്ന് തോന്നുന്ന ഒരു സംഗതി മകനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, പൊന്നുമോനെ പാടില്ല, നീ അതിന് പരിഹാരം ചെയ്യണം. ഒന്നുകിൽ നീ ആ എണ്ണ പുരട്ടിയതിന് നീ ബൈത്തുൽ മാലിലേക്ക് പണമടക്കേണ്ടയാളാണ്, അതല്ലെങ്കിലോ നിന്റെ തലമുടി നീ മുണ്ഡനം ചെയ്ത് അതിനുള്ള ശിക്ഷ നീ നടപ്പിലാക്കുകയും വേണം. അപ്പാ നിന്റെ അടുക്കൽ പൈസല്ല, എന്നാൽ നീ അമീറുൽ മുഅ്മിനീന്റെ മകനായത് കൊണ്ടാണല്ലോ, അമീറുൽ മുഅ്മിനീന്റെ മകനായത് കൊണ്ടല്ലേ നിനക്കങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റിയത്, നിനക്കത് സ്പർശിക്കാൻ പറ്റിയത്. നിനക്കത് പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. തന്റെ മകന്റെ തല മുണ്ഡനം ചെയ്യിച്ചതിന് ശിക്ഷ വിധിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചിന്തിച്ചു നോക്കൂ. സ്വന്തം മാത്രമല്ല, വേറെ ഒരു സംഭവം നോക്കൂ നിങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഒട്ടകക്കുട്ടിയെ വാങ്ങി. ഒട്ടകക്കുട്ടിയെ വാങ്ങിയിട്ട് ആ ഒട്ടകം ഇങ്ങനെ മേക്കും. ചിലപ്പോ ഇദ്ദേഹവും കൂടെ ഉണ്ടാവും. ആളുകൾ ഈ ഒട്ടകത്തെയും ഉടമയെയും കാണുമ്പോൾ പറയും, ബാക്കിയുള്ളവരുടെ ഒട്ടകമൊക്കെ അവിടുന്ന് മാറ്റി നിർത്ത്, നമ്മുടെ അമീറുൽ മുഅ്മിനീന്റെ മോന്റെ ഒട്ടകല്ലേ. അങ്ങനെ ഈ ഒട്ടകം ഇങ്ങനെ നന്നായി കഴിക്കും. ഈ വിവരം ആരോ ഖലീഫയോട് പറഞ്ഞു. ഖലീഫ മകനെ വിളിച്ചു, നീ അമീറുൽ മുഅ്മിനീന്റെ മകനാണ് എന്ന പേരിൽ നിന്റെ ഒട്ടകം ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് കേട്ടല്ലോ. പാപ്പ ഞാൻ എന്ത് ചെയ്യാനാ, ആളുകൾ ആ പേരിൽ എന്റെ ഒട്ടകത്തെ ഭക്ഷണം പുല്ല് മേയ്ക്കാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. കഴിക്കല് മാത്രല്ല, മൃഗങ്ങൾ കഴിക്കുന്നത്, തലയിൽ പുരട്ടുന്നത്. റോഡ് സർക്കാരിൻ്റെതാണ്. ആ റോഡ് നമ്മുടെ വീടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താൻ സർക്കാർ അനുമതി തന്നിട്ടുണ്ട്. പക്ഷെ ആ റോഡ് കയ്യേറി മതിൽ കെട്ടുമ്പോ, ആ റോഡ് നമ്മളുടെ വഴിയാക്കി മാറ്റുമ്പോ, അത് സ്വകാര്യ സ്വത്താക്കി മാറ്റുമ്പോ, ആ റോട്ടിലുള്ള പൊതു സാധനങ്ങൾ നമ്മൾ സ്വന്തം സാധനങ്ങളാക്കി മാറ്റുമ്പോ, റോഡിൽ സർക്കാർ നട്ടിരിക്കുന്ന തണൽ മരങ്ങൾ, ആ തണൽ ചെടികൾ കൊണ്ടുപോയിട്ട് സ്വന്തം വീടിന്റെ പറമ്പിൽ രാത്രി കട്ടുകൊണ്ടുപോയി അത് നട്ടുപിടിപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചിന്തിക്കാറില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് പറയുകയാണ്, പൊന്നുമോനെ നീ ആ ഒട്ടകത്തെ വിൽക്കേണ്ടതാണ്. വിറ്റിട്ട് എത്ര രൂപക്കായിരുന്നോ ആ ഒട്ടകം നീ വാങ്ങിയത്, അത് നീ സ്വന്തമാക്കുകയും ബാക്കിയുള്ള പണം നീ ബൈത്തുൽ മാലിൽ അടക്കുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്താ സ്വലാത്ത് ചൊല്ലാത്തത്? മുഹമ്മദ് മുസ്തഫ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നമ്മൾ നൽകിയതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ കഴിക്കണേ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ സംബന്ധിച്ച് പറയുകയാണ്, അവൻ മുടി ജടക്കുത്തിയ ആളും അയാൾ വസ്ത്രം ചെളി പുരണ്ടയാളുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അത്രയും ഇങ്ങോട്ട് ദീനുമായി ബന്ധപ്പെട്ട് അയാൾ അത്രയും ഇങ്ങോട്ട് വല്ലാത്ത ഒരു കഷ്ടപ്പാടിലും അങ്ങനെ ഒരു ദീനുമായിട്ട് ബന്ധപ്പെട്ട രൂപത്തിൽ ഇടപെടുന്ന ഒരാളാണ്. നോക്കിയിട്ടുണ്ടെങ്കിൽ അയാള് ഭൗതികമായിട്ടുള്ള വസ്ത്രധാരണയോ സൗകര്യങ്ങളോ ഒന്നും അനുഭവിക്കണില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യമുദ്ദു യദഹു ഇലസ്സമാ,
അവൻ ആകാശത്തേക്ക് അവന്റെ കൈകൾ ഉയർത്തുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അവൻ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. ചിന്തിക്കണം നമ്മൾ. അവൻ പറയുന്നുണ്ട്, റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി. ഇതൊക്കെ പറയുന്നുണ്ട്. അവൻ നിസ്കരിക്കുന്നുണ്ട്, അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ലാഹു തമ്പുരാൻ അതൊന്നും സ്വീകരിക്കുന്നില്ല. എന്തേ കാര്യമെന്നറിയോ? വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം. അവന്റെ ഭക്ഷണവും അവന്റെ പാനീയങ്ങളും അവന്റെ വസ്ത്രങ്ങളുമെല്ലാം അല്ലാഹു നിഷിദ്ധമാക്കിയതാണ്. അവന്റെ ജോലി പലിശയിലധിഷ്ഠിതമായ ജോലിയാണ്. അവന്റെ വിദ്യാഭ്യാസം പലിശയിലധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ്. പലിശക്ക് ലോൺ എടുത്തതാണ്. അവന്റെ വാഹനം അങ്ങനെയാണ്, അവന്റെ വീട് അങ്ങനെയാണ്. ഇന്നത് വലിയ പ്രസക്തമായ ഒരു ചർച്ച കൂടിയാണ്. കാരണം പത്രങ്ങളിലൊക്കെ 1-ാം പേജിൽ ഇന്നും ഇന്നലെയുമായിട്ട് വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചിരുന്നോ? പത്രത്തിൽ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് വരുന്ന വലിയ വെണ്ടക്ക, ഏറ്റവും ചുരുങ്ങിയത് സുപ്രഭാതെങ്കിലും വായിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. എന്താണ് വാർത്ത? തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ ഒരു അമ്മയും കുഞ്ഞും ആത്മഹത്യ ചെയ്തതാണ്. കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? പലിശ. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇതേപോലെ വേദനിക്കുന്ന എത്രയോ ആളുകൾ. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലര് വേദന കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടവരായി കഴിയുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഇന്ന് രാത്രി വാള് കഴിഞ്ഞ് ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി, നിങ്ങൾ തറാവീഹൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം കിടന്നുറങ്ങുമ്പോ ഉറക്കം വരാതെ കൺപോളകളിൽ ഉറക്കം തഴുകാതെ നിങ്ങൾ നിൽക്കുമ്പോ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. അല്ലാഹു തമ്പുരാന്റെ കൽപ്പന, നിങ്ങൾ നൽകിയതിൽ നിന്ന് ഉത്തമമായത് മാത്രമേ കഴിക്കാവൂ, നല്ലത് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. അല്ലാഹുവേ, ഞാൻ തറാവീഹ് നിസ്കരിച്ചയാളാണ്, ഞാൻ നോമ്പ് നോറ്റയാളാണ്, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നയാളാണ്. പക്ഷേ എന്റെ സമ്പാദ്യത്തിൽ ഹറാമുണ്ടായാൽ, എന്റെ വസ്ത്രത്തിൽ ഹറാമുണ്ടായാൽ അല്ലാഹുവേ, എന്റെ ദുആക്ക് നീ ഉത്തരം നൽകില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബാങ്കിൽ നിന്നെടുത്ത ലോൺ എങ്ങനെയാണ് ഞാൻ വീട്ടുക? എങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് രക്ഷ നേടുക? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് കേവലം 50,000 രൂപക്ക് നിങ്ങളുടെ മാല പണയം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വളകൾ അവർ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ, പലിശയിലധിഷ്ഠിതമായ സമ്പാദ്യത്തിന്റെ കലർപ്പ് നിങ്ങളുടെ ഭർത്താവിലൂടെ നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾക്കത് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, ഈ പരിശുദ്ധമായ റമളാനിനെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ്, പറ്റാവുന്നിടത്ത് നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും, എന്റെ ഉള്ള കമ്മൽ വിറ്റിട്ടാണെങ്കിലും, എന്റെ വള ഞാൻ ഒഴിവാക്കിയിട്ടാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഹറാമിൽ നിന്ന് ഞാൻ സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു തമ്പുരാൻ ഈ റമളാനിൽ അങ്ങനെ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയാണെങ്കിൽ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പശ്ചാത്തപിക്കാൻ പറ്റുന്ന മാസമാണ്, പൊറുക്കലിനെ തേടാൻ അല്ലാഹു അവസരം നൽകിയ മാസമാണ്, നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകിയ മാസമാണ്. നിങ്ങളൊരു കാര്യം കൂടെ അറിയണം, അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന്, പലിശ അധിഷ്ഠിതമായ കടത്തിൽ നിന്ന്, ബാങ്കിൽ നിന്ന്, ലോണുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയ ആ ഒരു പ്രതിജ്ഞ നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തമ്പുരാൻ സമാധാനം നൽകും. പിന്നെ അല്ലാഹു ജീവിതത്തിൽ പൂർണ്ണമായ ശാന്തി നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ ഒരു പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദുനിയാവ് മാത്രമല്ലല്ലോ ജീവിതം. ജനങ്ങൾക്കിടയിൽ 2 വിഭാഗം ആളുകളുണ്ട് എന്ന് സൂറത്തുൽ ബഖറയിൽ നമ്മുടെ മക്കള് മനോഹരമായിട്ട് ഓതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول
റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വമിൻഹും മൻ യഖൂൽ. ഇനി എല്ലാവർക്കും അതാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. ഒന്ന് ഹറാം നോക്കാത്തവര്, ഒന്നാമത്തത് ഹറാമ് നോക്കാത്തവര്, രണ്ടാമത്തേത് ഹറാമും ഹലാലും ഒക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്നവര്. ഇതാണ് രണ്ട് വിഭാഗം ആളുകൾ. പടച്ചോനെ, അതിലാ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. ഇതില്ലെങ്കിൽ ഒക്കെ നശിച്ചു പോയില്ലേ? എന്താണ് അല്ലാഹു പറയുന്നത്? ഹജ്ജ് കഴിഞ്ഞാൽ നിങ്ങൾ പാലിക്കേണ്ട മര്യാദകളെ സൂചിപ്പിക്കുന്ന വചനങ്ങളാണത്. ഫഇദാ ഖളൈതും മനാസികകും, ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പടച്ചോനെ ഓർത്തിരിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞു കൂടണേ. എങ്ങനെ? കദിക്രികും ആബാഅകും, നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ ആലോചിക്കുന്നത് പോലെ, നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ സ്മരിക്കുന്നത് പോലെ, ഔ അശദ്ദ ദിക്റാ, അതിനേക്കാൾ ശക്തമായ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. ഇത് പറഞ്ഞിട്ട് പറയാണ്, ഫമിനന്നാസ്, ജനങ്ങൾക്കിടയിലുണ്ട്, മയ്യഖൂൽ, ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. പറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുന്ന, ഇങ്ങനെ ചിന്തിക്കുന്ന, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എങ്ങനെ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ദുനിയാവിലുള്ളത് ഞങ്ങൾക്ക് തരയണമേ. അവർക്ക് ദുനിയാവേ കാര്യമുള്ളൂ, അവർക്ക് ഇഹലോകമേ താല്പര്യമുള്ളൂ, അല്ലേ? എന്തും എങ്ങനെയും നേടാനുള്ള താല്പര്യം, അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. രസകരമായിട്ടൊരു കഥ പറയാറുണ്ട്. ഒരിക്കല് ഒരാളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ചെറുപ്പക്കാരനാണ്. മോൻ ചെന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പ, ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാപ്പ പറഞ്ഞു, വളരെ നല്ലത്, നിന്റെ പണി കുറഞ്ഞല്ലോ. ഏതായാലും ഞാൻ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. വാപ്പയും മോനും കൂടെ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയി. പെൺകുട്ടിയെ കണ്ടപാടെ വാപ്പ പറഞ്ഞു, മോനെ നടക്കൂല കേട്ടോ, ഈ പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കാൻ പറ്റൂല, ഈ പെൺകുട്ടിക്ക് യോഗ്യനായ ആള് ഞാനാണ്, ഞാൻ ഇവളെ കെട്ടിക്കോളാം, നീ വേറെ നോക്കിക്കോ എന്ന് പറഞ്ഞു. പടച്ചോനെ, കരിങ്കല്ലത്താണിൽ അങ്ങനെ പറയുന്ന വാപ്പാരൊന്നും ഇല്ലല്ലോ, അല്ലെ? ഏറെക്കുറെയൊക്കെ നോക്കുമ്പോ കുറെ വാപ്പാര് തന്നെയാണ് ഇരിക്കുന്നത്, അങ്ങനെ പറയുന്നവരില്ലല്ലോ. ഏതായാലും വാപ്പയും മോനും ഭയങ്കര പ്രശ്നം, കലാപരൂക്ഷായി. നാട്ടിലൊക്കെ അറിയാണ് വിഷയം. പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുക്കലെത്തി. പോലീസുകാരൻ പറഞ്ഞു, നാണല്ലേ വാപ്പ നിങ്ങൾക്ക്, ഞാൻ ഏതായാലും അവളെ ഒന്ന് കാണാം. അങ്ങനെ പോലീസുകാരൻ കണ്ടോ, പോലീസുകാരൻ പറഞ്ഞു, ഏയ് ഇവൾക്ക് പറ്റിയത് നല്ല കരുത്തനായ ഒരാളെയാണ്, എന്നെ പോലെ, അതുകൊണ്ട് രണ്ടാളും പോയിക്കോളൂ, ഞാനാണ്. വിഷയം മന്ത്രിയുടെ അടുക്കലെത്തി. സമാനമായ രീതിയിൽ മന്ത്രി പറഞ്ഞു, ദേ ഞാനാണ് അവളെ കല്യാണം കഴിക്കുന്നത്, നിങ്ങൾക്ക് മൂന്നാൾക്കുമില്ല. നാട്ടിലാകെ പ്രശ്നം, ഗുലുമാല്, ഹർത്താല്, ബന്ദ്, കല്ലേറ്, ജാഥ, സമരം. സംഭവം ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ്. രാജാവ് പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞു. നാലാളുകളുമുണ്ട്, രാജാവുണ്ട്, പെണ്ണുമുണ്ട്. പെണ്ണിനെ കണ്ടപാട് രാജാവ് പറഞ്ഞു, ഓ, എന്റെ അന്തപുരത്തിലെ ഒരു റാണിയാക്കാൻ ഞാൻ ആരെയാണ് ആഗ്രഹിച്ചിരുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് നാലാൾക്കും വീടുണ്ടല്ലോ, പോയിക്കോളൂ പോയിക്കോളൂ, ഇവളെ ഞാനാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പടച്ചോനെ, ആകെ പ്രശ്നമല്ലോ. അവസാനം എല്ലാരും തീരുമാനമാകുന്നതിന്റെ മുമ്പ് ഇവളുടെ ഒരു പ്രഖ്യാപനം. അതെന്താണ്? ഇവള് പറഞ്ഞു, നിങ്ങൾ കുറെ നേരമായല്ലോ എന്റെ കാര്യത്തിൽ തർക്കിക്കുന്നു, ഞാനൊരു മത്സരം നടത്താം. ഈ മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് എന്നെ കല്യാണം കഴിക്കാം. ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലാരും തയ്യാറാണ്. മോനൊക്കെ വളരെ റെഡി, വാപ്പ അതിലേറെ തയ്യാറെടുപ്പ്.
മത്സരം എന്താണെന്നറിയോ? ഓട്ടമത്സരമാണ്. ഓടാൻ തുടങ്ങിയവൾ 5 ആളുകളും പിന്നാലെ ഓടുകയാണ്. രാജാവൊക്കെ ഭയങ്കര ഓട്ടം. പക്ഷേ ഓടുന്നതിനനുസരിച്ച് ഇവളെ തൊടാൻ കഴിയുന്നില്ല. ഓരോരുത്തരോടുമ്പോ മുമ്പിൽ വലിയ കുഴികൾ, മുമ്പിൽ ഇടുങ്ങിയ വഴികൾ, മുമ്പിൽ മരുഭൂമികൾ. ചിലർ തളർന്നു വീഴുന്നു, ചിലർ മരിച്ചു പോകുന്നു, ചിലർ പിന്തിരിയുന്നു, ചിലർ പിന്നാക്കം വരുന്നു, ചിലർ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് വഴിയറിയാതെ നിരാശരായി പോകുന്നു. എല്ലാവരും അപ്രത്യക്ഷമായപ്പോൾ ഈ പെണ്ണ് ജനങ്ങൾക്കിടയിൽ വന്ന് പറഞ്ഞു, കണ്ടോ, ആ 5 ആളുകൾക്കും എന്നെ സ്പർശിക്കാൻ പറ്റിയില്ല. അവരെവിടെയാണ് എന്ന് പോലും നിങ്ങൾക്കാർക്കും അറിയില്ല. അവർ അവരുടെ ഓട്ടങ്ങളിലെല്ലാം നഷ്ടപ്പെട്ടവരായി പോയി. എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനാണ് ഇഹലോകം, ഞാനാണ് ദുനിയാവ്. എന്റെ പിന്നാലെ കുട്ടികൾ വരും, എന്റെ പിന്നാലെ രാജാവ് വരും, എന്റെ പിന്നാലെ മന്ത്രി വരും, എല്ലാവരും വരും. പക്ഷേ ഒരാൾക്കും എന്നെ സ്പർശിക്കാൻ കഴിയില്ല, ഒരാൾക്കും എന്നെ തൊടാൻ കഴിയില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, ദുനിയാവിലുള്ളത് ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തവർക്ക് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല. ദുനിയാവിൽ നിന്നവർ ചെയ്തതിന് അവർക്കൊരു ഓഹരിയില്ല. എന്നാ നമ്മളോ? ഈ വൈലത്തേക്ക് നിങ്ങൾ വന്നതിന്, നിങ്ങളുടെ ചവിട്ടടികൾക്ക്, നിങ്ങളുടെ ഈ നോട്ടത്തിന്, നിങ്ങളുടെ ഈ ഇരുത്തത്തിന് നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ എന്ന് പറയുന്നതിന് അതിനൊക്കെ അല്ലാഹു കൂലി തരുകയാണ്. ഇവരാണെങ്കിലോ, ഇവരാണ് ഖാറൂന്റെ അനുയായികൾ അല്ലേ? ദുനിയാവ് ദുനിയാവ്, അവിടെ ഹറാമോ ഹലാലോ. ഖാറൂന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. സക്കാത്ത് കൊടുക്കേണ്ട ആളായിട്ട് ആ സക്കാത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സമ്പാദ്യത്തിൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയത് കളരിയാണ്. കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതവിടെ ബാക്കിയാണ്. അതല്ലേ ഖാറൂനിന്റെ കഥ പറയുന്നത്. ഈജിപ്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഖാറൂനും അവന്റെ കൊട്ടാരവും താഴ്ന്നുപോയ ഒരു ഭാഗം. ഖാറൂൻ തടാകം എന്ന പേരിൽ ഈജിപ്തിൽ ഇന്നും കാണാൻ കഴിയും. വിശാലമായ ഒരു തടാകം. അവിടെയാണ് അത്ര ഖാറൂൻ താഴ്ന്നുപോയത്. ഖാറൂന്റെ കഥ ഞാൻ പറയുന്നില്ല, സമയം ഉണ്ടാവുകയില്ല എന്നുള്ളത്. ഖാറൂന്റെ കഥ പറയുന്നില്ല. പക്ഷേ ഖാറൂനിന്റെ കഥ പറഞ്ഞ് അല്ലാഹു തആല അതിലൊരുപാട്, ആ കഥ പറയുന്നിടത്ത് അല്ലാഹു തആല കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന്മാരുടെ ചിന്താഗതികൾ, മനുഷ്യന്മാര് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ, നമ്മളുടെയൊക്കെ ചിന്താഗതികൾ. ഖാറൂൻ എങ്ങനെ സമ്പാദിച്ചു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ആ ജനങ്ങൾ ഖാറൂനിന്റെ സമ്പാദ്യം കാണുമ്പോൾ, ഖാറൂനിന്റെ ധനം കാണുമ്പോൾ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة എന്ന് അല്ലാഹു തമ്പുരാൻ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ പറഞ്ഞ ആ വലിയ സംഭവത്തിനിടയിൽ പറയുകയാണ്. ഖാറൂൻ തന്റെ മുഴുവൻ അലങ്കാരങ്ങളിലും അലങ്കൃതനായി തന്റെ സിംഹാസനത്തിൽ, തന്റെ വാഹനത്തിൽ അയാൾ ഇങ്ങനെ വരികയാണ്. വഖറജ അലാ ഖൗമിഹി ഫീ ഇതാണ് നമ്മളുടെ ചിന്താഗതി, മനുഷ്യന്മാരുടെ ചിന്താഗതി. അവൻ കൊള്ളയടിച്ചതാണ്, അവൻ അങ്ങനെ ആയതാണ്, ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്നൊക്കെ അറിയാം. പക്ഷെ എന്താ പറയാന്നറിയോ? യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലഹു ഹള്ളിൻ അദീം. ഖാറൂനെ പറ്റി പറയാണ്, ഓ ഇവൻ എന്തൊരു ഭാഗ്യവാന. ചില ആളുകൾ പറയല്ലോ, അവന്റെ ആ തലയിൽ വരച്ച വര എന്റെ എവിടെയെങ്കിലും ഒന്ന് വരച്ചിരുന്നെങ്കിൽ എന്ന് പറയും. അത് പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെ പറയാൻ പറ്റിയ ആരോടാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സമ്പാദ്യമൊക്കെ ഉണ്ടായിട്ട് അയാൾ ആ സമ്പാദ്യം നല്ല രീതിയിൽ ഇങ്ങനെ ചെലവഴിക്കുകയാണെങ്കിൽ അതിനെ പറ്റി പറയാം, നല്ലവരെ പറ്റി പറയാം. പടച്ചോനെ എനിക്കുണ്ടായെങ്കിൽ അങ്ങനെ പറയാന്നാണ്. ഹദീസിൽ എങ്ങനെയാണ്? ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ
രണ്ടാളുകളോട് അസൂയ, രണ്ടാളുകളോടല്ലാതെ അസൂയ പാടില്ല. അസൂയ പാടില്ല എന്ന് പറഞ്ഞാൽ അസൂയ ഒരാൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തിനെ നീങ്ങണം എന്നാഗ്രഹിക്കലാണ്. എന്നാൽ ഈ ഹസദ് അങ്ങനെയല്ല. ഈ ഹസദ് നീങ്ങണം എന്നാഗ്രഹിക്കല്ല, അതുപോലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അസൂയയാണ്. അതിൽ ഒന്നാമത്തത് ഈ വിഭാഗത്തോടാണ്. ഈ വിഭാഗത്തോടാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾക്കൊക്കെ നിങ്ങളോട് അങ്ങനെ ഉണ്ട് അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 44 കുട്ടികൾ ഖുർആൻ പഠിച്ചു എന്നാ പറഞ്ഞത്. ഒന്നവരാണ് ഖുർആൻ കിട്ടിയിട്ട് ആ ഖുർആനുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് കാശുള്ള ആളുകൾ. ഒരു കാശ് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയതല്ല, നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ ചെലവഴിക്കുമ്പോൾ അവരോട് അസൂയ വെക്കാം. അപ്പൊ അവരോട് ഖാറൂനെ സംബന്ധിച്ച് ഇങ്ങനെ പറയാണ് ഇവര്. എന്ത്? ഖാറൂൻ നല്ലൊരാളെന്നെ കേട്ടോ, ഓൻക്ക് എന്തൊരു ഭാഗ്യാണിത്. ആ സന്ദർഭത്തിൽ ഖാറൂനിനെ നോക്കിക്കൊണ്ട് ഇത് പറയുന്ന ആളുകളോട് നല്ലവര് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. അല്ലാഹു തആലയുടെ കാര്യത്തിൽ നിനക്ക് അല്ലാഹു തആല നൽകിയതിന്റെ ആ നന്മക്ക് പകരമായിട്ട് നീ അല്ലാഹുവിന് വേണ്ടി നീ കൊടുക്കണം. അതവൻ ചെയ്തില്ല. അവസാനം എന്തുണ്ടായി? അവസാനം അവനെ മുഴുവൻ അങ്ങ് ആഴ്ത്തിക്കളഞ്ഞ ശേഷം അല്ലാഹു തആല നമ്മൾ ഇവിടെ ഓതാൻ പോകുന്ന രണ്ടാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞു. എന്താണ് ആ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകത്തെ സ്വർഗമാകുന്ന ഭവനമുണ്ടല്ലോ, നജ്അലുഹാ, നാം അത് നൽകുന്നത് ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഈ ഭൂമിയിൽ ഭൗതികമായ ഔന്നത്യവും കുഴപ്പവും ആഗ്രഹിക്കാത്തവർക്കാണ്. പൈസ ഉണ്ടായിട്ട് അതിന്റെ പേരിൽ മേനി നടിക്കാത്തവർക്ക്, കുഴപ്പം ആഗ്രഹിക്കാത്തവർക്ക്, അവർക്കാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. ആ മുത്തഖീങ്ങളുടെ രൂപമാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. എന്നാൽ വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, അവരുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവര് പറയുന്നത് ഹസന, നല്ലത് നൽകണമേ, ഹലാലായത് നൽകണമേ. ചിന്തിക്കണം, നമ്മള് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അത് മാത്രമേ പറ്റൂ. ആരും വിചാരിക്കണ്ട ദീനീ രംഗത്ത് പ്രവർത്തിച്ചു എന്ന് വിചാരിച്ചിട്ട് ഹസനത്ത് കിട്ടുന്നത് നമ്മളാരും വിചാരിക്കണ്ട. അങ്ങനെയില്ലേ? കൊള്ളയടിക്കുന്ന ആളുകള്, മോഷ്ടിക്കുന്ന ആളുകള്, പൊതുപണം അപഹരിക്കുന്ന ആളുകള്, പലിശ അതിന്റെ പേരിൽ വാങ്ങുന്ന ആളുകൾ, നഊദുബില്ല. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ ഉമ്മത്തിനെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദാറുൽ ഹുദ ഇസ്ലാമിക്, ഞങ്ങളൊക്കെ ഹുദവികളുടെ, ഞങ്ങൾക്കൊക്കെ ഒരു പിതാവ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബാപ്പുട്ടി ഹാജി. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും പലിശയുമായി ഇടപെട്ടിട്ടില്ല. ബാങ്കിൽ അദ്ദേഹം കയറിയിട്ടില്ല. ദാറുൽ ഹുദയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ദാറുൽ ഹുദക്ക് വേണ്ടിയിട്ട് ഈ കാലഘട്ടം വരെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ആ പൈസ ദാറുൽ ഹുദയിലേക്ക് കൊണ്ടുവന്നതിൽ നിന്ന് ഒരാൾക്കും കമ്മീഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയാറുണ്ട്. കണ്ടോ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉസ്താദുമാരിൽ ഒട്ടുമിക്ക പേരുടെയും സമ്പാദ്യം ഹസനത്തായതിന്റെ പ്രതിഫലനമാണ് അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. അല്ലാഹു തആല അങ്ങനെയുള്ളവർക്ക് സമാധാനം നൽകുന്നത് തുച്ഛമായ ശമ്പളവുമായി അവർ കഴിഞ്ഞുകൂടുമ്പോഴും അവരുടെ മക്കളെ പരിപാലിക്കാനും അവർക്ക് വിദ്യാഭ്യാസം നൽകുവാനും അവർക്ക് വീട് വെക്കുവാനും അവരുടെ മക്കളെ കല്യാണം കഴിക്കാനും എല്ലാം അല്ലാഹു തമ്പുരാൻ അവന്റെ ഔദാര്യമായി പണ്ഡിതന്മാർക്ക്, ഉസ്താദുമാർക്ക്, മദ്രസ മുഅല്ലിമീങ്ങൾക്ക്, പള്ളികളിൽ ഖതീബുമാരായി ജോലി ചെയ്യുന്നവർക്ക് അല്ലാഹു തആല അവസരം നൽകുന്നതിന്റെ കാരണം ഏറ്റവും കൂടുതൽ ദുആ, ഈ ദുആ നടത്തുന്നത് അവർ തന്നെയായിരിക്കുമല്ലോ. പള്ളികളിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിൽ വെച്ചവർ ദുആ ചെയ്യുമ്പോൾ ഈ ദുആ നടത്താതെ അവർ ദുആ അവസാനിപ്പിക്കാറില്ലല്ലോ. റബ്ബനാ ആതിനാ
ഫിദ്ദുനിയാ ഹസന. അവർക്ക് നിങ്ങൾ മദ്രസയിൽ വെച്ച് ശമ്പളം കൊടുത്തത് ഖുർആൻ പഠിപ്പിച്ചതിന്റെ പേരിലായിരുന്നു, മക്കൾക്ക് നിസ്കാരം പഠിപ്പിച്ചതിന്റെ പേരിലാണ്, മക്കൾക്ക് നിങ്ങളോടെങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചതിന്റെ പേരിലാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. പടച്ചോനെ പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് തരണമേ, സ്വർഗം തരണമേ. വഖിനാ അദാബന്നാർ, നിന്റെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ. ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. ഭൗതിക ലോകത്ത് അവരെന്ത് സമ്പാദിച്ചോ ആ സമ്പാദ്യത്തിന് അവർക്ക് അല്ലാഹു തആല ഓഹരി നൽകുന്നതാണ്. അവരെന്ത് ചെയ്തതിന് അവർക്ക് കൂലിയുണ്ട്. അവരുടെ സമ്പാദ്യത്തിന് മാത്രമല്ല, അവർ ചെലവഴിച്ചതിന് മാത്രമല്ല, അവരുടെ അടക്കത്തിനും അനക്കത്തിനും അവരുടെ ഉറക്കത്തിനും ഒക്കെ അല്ലാഹു അവർക്ക് കൂലി കൊടുക്കുന്നതാണ്. വല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു തആല വിചാരണയെ എളുപ്പമാക്കുന്നവനുമാണ് എന്ന് ഖുർആൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവർ ഹിംസിലെ ഗവർണറാക്കി നിശ്ചയിച്ചു. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഹിംസിലെ ഗവർണറായി. ആദ്യം അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറൊന്നുമല്ല, എനിക്കിവിടെ വേറെ കുറെ പണികളുണ്ട്, അതങ്ങനെ ജനങ്ങളുടെ ഉത്തരവാദിത്വമൊന്നും എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാരും കൂടെ എന്റെ തലയിൽ വെച്ചിട്ട് അവസാനം നിങ്ങൾ രക്ഷപ്പെടുകയാണല്ലേ, അത് നടക്കൂല കേട്ടോ. ഗത്യന്തരമില്ലാതെ അദ്ദേഹം സമ്മതിച്ചു. മഹാനുഭാവൻ ഹിംസിലേക്ക് പോയി. ഹിംസിലേക്ക് പോയിട്ട് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കെ മഹാനുഭാവൻ മാസങ്ങൾ കഴിഞ്ഞു. ജനങ്ങൾക്കൊക്കെ വലിയ താല്പര്യമായി. അങ്ങനെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഹിംസിലേക്ക് ചെല്ലുക. കൂഫയും ഹിംസും ഒരേപോലെയാണെന്ന ജനങ്ങളെ മെരിക്കണമെങ്കിൽ വലിയ പാടാണ്. പക്ഷേ മഹാനായ സഈദിന്റെ കീഴിൽ അവരൊക്കെ മെരിങ്ങിപ്പോയി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, ജനങ്ങളെ, ഈ മനുഷ്യൻ നിങ്ങളുടെ ഗവർണറായ ആള് നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ, പരിഭവമുണ്ടോ? അപ്പൊ സഈദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നന്നായിട്ട് അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹ് എന്റെ സഹോദരനായ സഈദിനെ സംബന്ധിച്ച് എന്റെ വിചാരത്തിന് മാറ്റം വരുന്ന ഒരവസ്ഥ നീ നൽകല്ലേ എന്ന് മഹാനുഭാവൻ ദുആ ചെയ്തിരുന്നു. അങ്ങനെ ദുആ ചെയ്ത മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? സഈദിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവര് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ച് ചില പരാതികളുണ്ട്. ഇദ്ദേഹം രാവിലെ ഞങ്ങളുടെ അടുക്കലേക്ക് വരാറുള്ളത് പൂർവാഹനത്തിലാണ്, അഥവാ ഉച്ചയുടെ മുമ്പുള്ള സമയത്താണ്. രാവിലെ അദ്ദേഹം വീട്ടിലായിരിക്കും. അതിന്റെ കാരണം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. രണ്ടാമത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള പരാതി, രാത്രിയിൽ അദ്ദേഹത്തെ പുറത്ത് കാണാറേ ഇല്ല. രാത്രി അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ ഓർക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, മാസത്തിലെ ചില ദിവസങ്ങളിൽ അദ്ദേഹം ഞങ്ങളുടെ അടുക്കലേക്ക് പകലിൽ വരാറുള്ളത് ഒരുപാട് വൈകിട്ടാണ്. ചില ദിവസങ്ങളിൽ അദ്ദേഹത്തെ കാണാതെ തന്നെ ഇല്ല. നാലാമതായി അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പരാതി, ഞങ്ങൾക്കിടയിൽ അദ്ദേഹം നിൽക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോധം മറഞ്ഞു പോകാറുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ബോധക്ഷയം സംഭവിച്ച് വീണു പോകാറുണ്ട്. ഇങ്ങനെ 4 പരാതി. വേറെന്തെങ്കിലും ഇല്ല. ഖലീഫ പറഞ്ഞു, സഈദ്, ഇതെന്താണെന്ന് താങ്കൾ വിശദീകരണം നൽകൽ നിർബന്ധമാണ്. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഒരിക്കലും ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച ആളല്ല. ഞാൻ ഒരുപാട് പ്രയാസത്തോടെയാണ് ഇത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ പകൽ സമയത്ത് ഒരൽപ്പം വൈകാനുള്ള കാരണം, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ.
വീട് വൃത്തിയാക്കണം, ഭാര്യയെ സഹായിക്കണം, പൊടിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണം. അതിനെന്റെ ഭാര്യയെ സഹായിക്കും ഞാൻ. ഗവർണറുടെ വീടാണ് എന്ന് കരുതിയിട്ട് ഒരു ഭൃത്യനൊന്നും എന്റെ വീട്ടിലില്ല. ഞാൻ എന്റെ ഭാര്യയെ സഹായിക്കുന്നത് കാരണത്താലാണ് എനിക്ക് പകലിൽ പൂർവാഹനമാകുമ്പോഴേക്ക് വരാൻ പറ്റുന്നത്. ഉമർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? രാത്രി സമയം ഞാൻ എന്റെ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്റെ പകൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയും രാത്രി ഞാൻ അല്ലാഹുവിന് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, എനിക്ക് നിങ്ങൾ ഈ കാണുന്ന വസ്ത്രമേ ഉള്ളൂ, വേറെ ഒരു വസ്ത്രം എനിക്കില്ല. അതുകൊണ്ട് ആ വസ്ത്രം അലക്കാൻ വേണ്ടി ഞാൻ ചില ദിവസങ്ങൾ നിൽക്കാറുണ്ട്. എനിക്കൊരു തുണിക്ക് മറുതുണിയില്ല. ഹിംസിലെ ജനങ്ങളിലെ പ്രഥമ മനുഷ്യനായ പ്രഥമ പൗരനായ ഗവർണറാണ് പറയുന്നത്, എനിക്കൊരു തുണിക്ക് മറുതുണിയില്ല. ഉമർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. എന്റെ സഹോദരനെ കുറിച്ച് എനിക്ക് തെറ്റിദ്ധാരണ വരുത്താത്ത, എന്റെ ധാരണ മാറ്റാത്ത അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അവസാനത്തെ കാര്യം പറഞ്ഞല്ലോ, അത് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. കരയുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയിൽ വിശ്വസിച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ സാക്ഷിയാണ്. അമീറുൽ മുഅ്മിനീൻ ഹുബൈബിനെ ജനങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു, വഞ്ചിച്ചു അവർ. എന്നിട്ട് ഹുബൈബിനെ വലിയ തൂക്കുമരത്തിൽ അവർ കയറ്റി. ഹുബൈബിനെ തൂക്കുമരത്തിൽ കയറ്റിയിട്ട് ഹുബൈബിനെ വലിയ തൂക്കുമരത്തിൽ അങ്ങനെ കയർ കുരുക്കിയിട്ടിട്ട് ഹുബൈബിനെ അടിക്കുന്നു. ഹുബൈബിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നു. ചിലർ വാളുകൊണ്ട് ഹുബൈബിനെ എങ്ങനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. ചില ആളുകൾ ഹുബൈബിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നു. ഒടുവിൽ തൂക്കുകയറിൽ മരിക്കാനൊരുങ്ങുന്ന സമയത്ത് ഹുബൈബ് ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു, ഹുബൈബേ, മുഹമ്മദ് കാരണത്താലാണല്ലോ നിനക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് താങ്കളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദ് ആയാൽ എങ്ങനെയുണ്ടാകും നിന്റെ ഈ സ്ഥാനത്ത്? മുഹമ്മദിന് വേണ്ടിയല്ലേ നീ അനുഭവിക്കുന്നത്? ഹുബൈബ് പറഞ്ഞു അല്ല. ഹുബൈബ് ആ സമയത്ത് രക്തമൊഴുകുമ്പോ, മരണം കൺമുന്നിൽ കാണുമ്പോ ഒരു ചെറിയ നുണ പറഞ്ഞാൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഹുബൈബ് അവിടെ വെച്ച് പറയുന്നത്, എനിക്ക് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരണം. ആ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും തൂക്കുമരത്തിൽ കയറിയിട്ട് ഹുബൈബ് പറയുന്നത്, ഈ സ്ഥാനത്തെന്നല്ല, എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് തൂക്കുമരത്തിൽ കിടന്നാടുന്നത് എന്റെ കാഴ്ചയിൽ ഇപ്പോഴുമുണ്ട്. അതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ ഹുബൈബിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഹുബൈബിനെ തൂക്കുമരത്തിലേറ്റുമ്പോ ഞാൻ വിശ്വാസിയല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഹുബൈബിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. തൂക്കുമരത്തിൽ കിടന്നാടുന്ന എന്റെ സഹോദരനെ എന്റെ കണ്ണിൽ കാണുമ്പോഴാണ് ഞാൻ ബോധരഹിതനായി വീണു പോകാറുള്ളതെന്ന് പറഞ്ഞ് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖിന്റെ മുമ്പിൽ കണ്ണീര് പൊഴിക്കുകയാണ്. അവരുടെ ജീവിതം എങ്ങനെ, ഇന്നത്തെ നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് ആലോചിക്കണം. ഉമറിന് വലിയ വിഷമായി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണല്ലോ. ബൈത്തുൽ മാലിൽ നിന്ന് 1000 ദീനാർ തൽക്കാലം ഇയാളുടെ വീട് നന്നാക്കാൻ, ഇയാൾക്ക് ബാക്കിയുള്ള സംഗതികൾക്കൊക്കെ വേണ്ടി അനുവദിക്കുക. എനിക്ക് വേണ്ട, അത് പൊതുമുതലാണ്, നിങ്ങളത് എനിക്ക് തരരുത്, ഞാനത് ആഗ്രഹിക്കുന്നില്ല. എന്താണ് സഈദ്? റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഉഅ്തിയ ശൈഅൻ മിൻ ഗൈരി സുആൽ, ചോദിക്കാതെ ഒരാൾക്ക് വല്ലതും കിട്ടിയാൽ, വലസ്തിശ്റാഫി നഫ്സിൻ, താൽപര്യമില്ലാതെ ഒരാൾക്ക് വല്ലതും കിട്ടിയാൽ, ഫഇന്നഹു റിസ്ഖും മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു റിസ്ഖാണ്. പലിശ മാത്രല്ല, ഇന്നത്തെ കാലത്ത് ലോട്ടറി വലിയൊരു പ്രശ്നമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഈ പള്ളിയിൽ നിന്ന് ലോട്ടറി കളഞ്ഞു കിട്ടിയ അനുഭവം ഉണ്ടാവാറുണ്ട്. പള്ളിയിൽ നിന്ന്, നമ്മുടെ ടൗൺ പള്ളിയിൽ നിന്ന്, നമ്മൾ നിസ്കരിക്കുന്ന പള്ളിയിൽ നിന്ന് ലോട്ടറി കളഞ്ഞു കിട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം.
തന്നെയല്ല, ചില സമയത്ത് നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അടുക്കലേക്ക് ലോട്ടറിക്കാരെ നിർബന്ധിക്കാറുണ്ട്. ഞാനിപ്പോ ഉണ്ടോയാലും ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, ഇനിയിപ്പോ എന്നെ കണ്ടപ്പോ തോന്നിയതാന്ന് അറിയില്ല. അപ്പൊ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ലോട്ടറി എടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ സമുദായം പലപ്പോഴും പിറകോട്ട് പോയിട്ടുണ്ട്. തന്നെയുമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട പലരും വലിയ വേദനയോടെ പറയാറുണ്ട്, ഉസ്താദേ വാപ്പ വലിയ ലോട്ടറിന്റെ ആളാണ് പറഞ്ഞിട്ടുണ്ട്. ലോട്ടറി എടുത്ത് നശിച്ചു പോകുന്ന ആളുകൾ ഞങ്ങളൊന്നുമില്ല. ട്രെയിനിലൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല നമ്മളെ കൗമായിരിക്കും, ലോട്ടറി ഇങ്ങനെ എടുക്കും. ചൂതാട്ടം എന്നാണ് ഖുർആനിലതിന്റെ പ്രയോഗം. പിശാചിന്റെ ധനാണ്, പിശാചിലൂടെ ഉണ്ടാകുന്ന സമ്പാദ്യം പാടില്ല അല്ലേ? ഈ ലോട്ടറി അടിച്ച ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകാറുണ്ട്, ചോനെ ഇനി പോലെ തലമുറയിലൂടെ ഈ ഹറാമാണല്ലോ, ഹലാലാക്കിയിട്ട് തന്നെയല്ല അത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിശ്ചയമായും മദ്യം, ചൂതാട്ടം, പ്രശ്നക്കോലുകൾ, ബിംബങ്ങൾ ഇതെല്ലാം പിശാചിന്റെ മ്ലേച്ഛമായ കാര്യങ്ങളിൽ പെട്ടതാകുന്നു. അതിനെ നിങ്ങൾ വെടിയണേ, അത് വെടിഞ്ഞാൽ നിങ്ങൾ വിജയികളായേക്കാം. തന്നെയുമല്ല, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും ശാസ്ത്രവും ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത് എന്നുവ ആയത്തിന്റെ തുടർച്ചയിൽ അല്ലാഹു പറയുന്നു. അതുകൊണ്ട് ആ ചിന്ത തന്നെ വേണ്ട. ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് പറയാണ്, പഴയ തലമുറയെ പോലെ അല്ലല്ലോ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മളൊക്കെ ന്യൂ ജനറേഷന്റെ ആളുകളാണല്ലോ. പഴയ കാലത്തെ പോലെ കഷ്ടപ്പെടുന്ന, ഇടങ്ങേറാകുന്ന ഒരു രീതിയല്ല. എങ്ങനെയെങ്കിലും എന്നുള്ള ചിന്ത മാറ്റണം, എങ്ങനെയെങ്കിലും എന്നുള്ള ചിന്ത മാറ്റണം. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒന്നാണ് കടം വാങ്ങുക, അന്യരുടെ ധനം കൊണ്ട് ധൂർത്തടിച്ച് കഴിയുക. നഊദുബില്ലാ. ഇന്നിപ്പോ എല്ലാവർക്കിടയിലുള്ള വലിയൊരു പ്രശ്നമാണ്, ഉസ്താദേ എന്റെ 5 ലക്ഷം പോയി, എന്റെ 10 ലക്ഷം പോയി, എന്റെ 25 ലക്ഷം പോയി. ആ പോയോനും കുറ്റക്കാരനാവും, ചിലപ്പോ വാങ്ങിയോൻ ഏതായാലും കുറ്റക്കാരനായിരിക്കും. കാരണം വാങ്ങിയോൻ ഉറപ്പാണ് ഞാൻ കച്ചവടം ചെയ്യാൻ വാങ്ങല്ല. പാവം ഗൾഫിൽ എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, ഗൾഫിൽ അയാൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ സാലറിയാണ്. പ്രലോഭിപ്പിച്ച് ഇനി ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ സാധു ഗൾഫിലെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് വിസയൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത്. കാരണം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഗൾഫിലുള്ള ശമ്പളത്തോട് അടുത്തുള്ള ഒരു സാമ്പത്തികം മാസത്തിൽ ഇവിടുന്ന് കിട്ടും ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്സിലൂടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഗൾഫിൽ നിന്ന് വന്നു. ആ മാസം മുതൽ അയാളെ കാണാൻ തന്നെ ഇല്ല. ആര് വന്ന ആളല്ല, ഇയാൾ ഇൻവെസ്റ്റ് ചെയ്താണ്. ഈ വാങ്ങുന്ന ആളുകൾ നഊദുബില്ലാ, അവരുടെ സമ്പാദ്യം, അവരുടെ മക്കളുടെ ജീവിതം, അവരുടെ ഭാര്യയുടെ ജീവിതം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹറാമല്ലേ മുഅ്മിനീങ്ങളെ? അങ്ങനെയുള്ളവരുടെ കയ്യിൽ നമ്മൾ പൈസ കൊടുക്കുമ്പോ നമ്മൾ ആളുകൾക്കൊരു വലിയ പ്രലോഭനായിരിക്കും. കാരണം ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ അടുക്കൽ ഫണ്ടുകൾ വരും, 5 ലക്ഷം 10 ലക്ഷം, ചിലപ്പോൾ കുറി കൂടിയിട്ടോ ചിട്ടിയിൽ കൂടിയിട്ടോ അങ്ങനെ അനുവദനീയമായ മാർഗത്തിലൂടെ എങ്ങനെയെങ്കിലും വരും. അല്ലെങ്കിൽ ഗൾഫ് റിട്ടേൺ ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ സർക്കാർ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് അയാൾക്ക് വല്ല പിന്നെ കുറച്ച് PF കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് അധികം ഒന്നുമില്ലാത്തവരായിട്ട് മാറും. അതിന്റെ പ്രധാന കാരണം ഇതെന്താണ്? കച്ചവടം എന്നാലോചിക്കില്ല. ലാഭത്തിലും നഷ്ടത്തിലും പങ്കാളിയാവാത്ത കച്ചവടങ്ങളാണ് അധികവും. ലാഭം മാത്രം പ്രതീക്ഷിക്കുന്ന കച്ചവടത്തെ കുറിച്ച് തന്നെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് വതിജാറത്തുൻ തഖ്ശൗന കസാദഹ എന്നാണ്. നിങ്ങൾ ലാഭം പ്രതീക്ഷിക്കുന്ന കച്ചവടം എന്നല്ല, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന കച്ചവടം എന്നാണ്. കച്ചവടത്തിന്റെ അടിസ്ഥാനം നഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ്, ലാഭം അതിന്റെ പിന്നീട് വരുന്നതാണ്. പക്ഷെ അത് ചിന്തിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആഭരണങ്ങൾ വിറ്റിട്ട് ലക്ഷങ്ങൾ കൊടുത്തു, പണം ഒരുപാട് കടം വാങ്ങിയിട്ട് പോലും കൊടുത്ത ആളുകളുണ്ട്. എത്ര ആളുകളെയാണ് നമ്മൾ കാണുന്നത്? അങ്ങനെ കടം വാങ്ങൽ അല്ലാഹു തആല വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എങ്ങനെ കടം വാങ്ങല്? ധൂർത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങാം, നശിപ്പിക്കാൻ വേണ്ടി കടം വാങ്ങാം, ആവശ്യമില്ലാത്ത രീതിയിൽ കടം വാങ്ങാം, ശർഅ് അനുവദിക്കാത്ത കാര്യങ്ങൾക്ക് കടം വാങ്ങാം. 5 ലക്ഷം രൂപ
എത്ര വർഷം മുമ്പ് എന്നാണ് പത്രത്തിൽ കണ്ടത്? 10 വർഷം മുമ്പല്ലേ, 10 12 ഇത്രയും വർഷം മുമ്പ് കടം വാങ്ങിയ ആളാണ് ആത്മഹത്യ ചെയ്തത്. കണ്ടില്ലേ നിങ്ങൾ പത്രത്തില്? 5 ലക്ഷം രൂപ, അതില് എത്ര 8 ലക്ഷം രൂപ തിരിച്ചടച്ചു പത്രത്തിൽ കണ്ടതാണ്. ഇനിയും അടക്കാത്തതിന്റെ പേരിൽ വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്തു പോവാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എത്ര ശരിയാണ്. ഒരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കാറിന്റെ പേയ്മെന്റ് എത്രയാണ്? ഡൗൺ പേയ്മെന്റ് എത്രയാണ്? 0 പൈസക്ക് കാറ് കിട്ടും. പേപ്പറും മറ്റുമൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 10-12 രൂപയുണ്ടെങ്കിൽ ഒരു കാറ്, മനോഹരമായൊരു പുതിയ കാറ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ആ കാറ് ഇവൻ എങ്ങനെ അനുവദനീയാവും? അവന്റെതല്ല കാറ്. കാർ ആരുടേതാണ്? അവന് പലിശക്ക് പണം കൊടുത്ത, ഈ പലിശയുടെ പണം കൊണ്ട് ഇവന് കാർ വാങ്ങിക്കൊടുത്ത ആ ഫൈനാൻസിയേഴ്സിന്റേതാണ്, ഫൈനാൻസ് കമ്പനിയുടേതാണ് കാർ. ഇവൻ കൊടുക്കുന്നത് പൈസയല്ല, ഇവൻ കൊടുക്കുന്നത് പലിശയാണ്. മാസത്തിൽ ഇങ്ങനെ 8,000 10,000 അല്ലേ? ഇവനിക്ക് ഇവന്റേതാണ് കാർ എന്ന് പറയണമെങ്കിൽ ഇത് ഇവന്റെ പൈസ കൊണ്ട് വാങ്ങണ്ടേ? ഇവന്റെ പൈസ കൊണ്ടല്ല വാങ്ങിയത്, ഇവൻ വാങ്ങിയത് പലിശക്കാരന്റെ പൈസ കൊണ്ടാണ്. ഇവൻ വാങ്ങിയത് ബൈക്ക്, വാങ്ങിയത് പലിശക്കാരന്റെ ബൈക്കാണ്. നിങ്ങൾ ചിന്തിക്ക്, പുനരാലോചനക്ക് തയ്യാറാകണം. അള്ളാഹുവിന്റെ വാക്കാണ്, എന്റെ വാക്കല്ല. നിങ്ങൾ ഖത്മ തീർത്തവരാണെങ്കിൽ ഓതിപ്പോയ വാക്കാണ്. യംഹഖുല്ലാഹുൽ റിബാ വയുർബിസ് സദഖാത്ത്. അല്ലാഹു തആല പലിശയെ മായ്ച്ചു കളയുന്നു. ഒരനുഗ്രഹവും പൊന്നുമോനെ കാണാൻ കഴിയില്ല. നിനക്ക് നോക്കിയാൽ ബൈക്കുണ്ട്, നിനക്ക് നോക്കിയാൽ കാറുണ്ട്, നിനക്ക് നോക്കിയാൽ വീടുണ്ട്, പക്ഷെ എവിടെ അനുഗ്രഹമില്ല. അതുകൊണ്ട് നിനക്ക് സമാധാനമില്ല, ശാന്തിയില്ല. നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൊന്നുമോനെ നിനക്ക് കാറ് വേണ്ട. നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ പൊന്നുമോനെ നിനക്ക് ബൈക്ക് വേണ്ട. നിനക്ക് പോകാനല്ലയോ ഇവിടെ ഒരുപാട് ബസ്സുകൾ ഉള്ളത്, നിനക്ക് പോകാനല്ലയോ ഒരുപാട് ഓട്ടോകൾ ഉള്ളത്, അതിൽ കയറിപ്പോടാ പൊന്നുമോനെ. എന്തിനാണ് പലിശ കൊണ്ട് 0 പൈസയില് പലിശക്കാരൻ വാങ്ങിത്തന്ന ബൈക്ക് ഉപയോഗിച്ച് നീ സഞ്ചരിക്കുന്നത്? എന്തിനാണ് പലിശക്കാരൻ വാങ്ങിത്തന്ന കാർ ഉപയോഗിച്ച് നീ സഞ്ചരിക്കുന്നത്? യംഹഖുല്ലാഹുൽ റിബാ. പൊന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ നിങ്ങളുടെ വീടുകൾ. ആ വീടുകൾ പലിശയുടേതായാലോ, ആ വീടുകൾ പലിശക്കാരന്റെ വീടായാലോ, പലിശക്കാരന്റെ വീടായത് കൊണ്ടാണല്ലോ നിങ്ങൾ അയാൾക്ക് കൃത്യമായി പലിശ കൊടുക്കാതിരിക്കുമ്പോ അതവര് സ്വന്തമാക്കുന്നത്. അതുകൊണ്ടാണല്ലോ. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിന് എത്ര രൂപ ചെലവായി? എന്റെ വീടിന് 32 ലക്ഷം രൂപ ചെലവായി എന്ന് മറുപടി പറയുന്ന ഒരാളോട് നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ. അതിൽ നിങ്ങൾ ഹൗസ് ലോൺ എടുത്തിട്ടുണ്ടോ? എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അയാള് 10 ലക്ഷം രൂപ ഹൗസ് ലോൺ എടുത്തു. 10 ലക്ഷം രൂപയിൽ ഒരു പൈസ പോലും തിരിച്ചടച്ചില്ല. ബാങ്കിന്റെ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന അയാളുടെ വീടിന്റെ കോലമറിയണോ? അയാളുടെ വീടിന് മനോഹരമായ ഗേറ്റ് ഉണ്ട്, നല്ല നല്ല മനോഹരമായ മതിലുണ്ട്, നല്ല ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിന്റെ അകമെല്ലാം ഇങ്ങനെ മനോഹരമായി സുന്ദരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ വീടിന്റെ ഉള്ളിൽ AC ഉണ്ട്, അയാൾക്ക് ഫ്രിഡ്ജ് ഉണ്ട്, അയാൾക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ 10 ലക്ഷം രൂപ ഇയാൾ ലോൺ എടുക്കാതെ വീട് വെച്ചിരുന്നെങ്കിൽ, ഈ സൗകര്യങ്ങളൊക്കെ ഒന്ന് ഇയാൾ മാറ്റിവെച്ചിരുന്നെങ്കിൽ എത്ര സമാധാനത്തോടെ ആ മനുഷ്യന് ജീവിക്കാമായിരുന്നു. നിങ്ങൾ ചിന്തിക്ക്. ഹൗസ് ലോണ്. എന്നിട്ട് നമ്മളിത് എന്തിന്റെ ആളുകളാണ് നിങ്ങൾ ചിന്തിക്കുക? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ? മുഅ്മിനീങ്ങളോടല്ലേ സബഉൽ മുബിഖാത്ത് എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് മനുഷ്യന്മാര് ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ 1 2 3 എന്ന് എണ്ണി എഴുതുകയാണെങ്കിൽ അതില് ഒന്നല്ലേ പലിശ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളൊക്കെ എത്ര വലിയ ഉഷാറാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഒരാൾ ഞാൻ പലിശയുമായി ബന്ധപ്പെടുകയേ ഇല്ല എന്ന് തീരുമാനിച്ചാൽ അയാൾക്കതിന്റെ പൊടിയെങ്കിലും ബാധിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഇയാൾക്ക് ധൈര്യമായിട്ട് പറയാന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. പറയണടുത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ.
നമ്മളുടെ കാര്യം നമുക്കല്ലേ അറിയൂ. നമ്മൾ കുറേ അനിവാര്യമല്ലാത്തതിനെ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ഒന്ന് അനിവാര്യമാണ്, രണ്ട് ഇത് പടച്ചോൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിചാരിച്ചിരിക്കുന്നത്, എന്താണ് അള്ളാന്റെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ല അതൊക്കെ വീടൊക്കെ പണിതൊക്കെ വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം അങ്ങനല്ലല്ലോ. ആവത് ഉണ്ടാകുന്ന കാലത്താണ്. ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അള്ളാനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി. ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അള്ളാനെ ഓർക്കുവാനായി ധരിക്കല്ലേ. പാട്ടുകാരൻ പറഞ്ഞതാണ്, നിന്റെ എല്ലാ കുഴപ്പം വീടിയിട്ട് നിന്റെ വീടൊക്കെ നല്ല ഉഷാറായിട്ട് അഞ്ഞു പടച്ചവൻ ഓർക്കാന്നല്ല നീ വിചാരിക്കേണ്ടത്. നാളെ ഒരു കിടത്തമുണ്ട്, ഏകാന്തതയുടെ വീട്ടിൽ ഒരു കിടത്തമുണ്ട്, ഇരുൾ നിറഞ്ഞ വീട്ടിൽ ഒരു കിടത്തമുണ്ട്, ഖബറെന്ന ഭയങ്കര വീട്ടിൽ ഒരു കിടത്തമുണ്ട്. ആ കിടത്തം കഴിഞ്ഞൊരെഴുന്നേറ്റ് വരലുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തങ്ങളുടെ സമ്പാദ്യത്തെ രാവിലെയും പകലിലും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അവർക്ക് ദുഃഖമില്ല, അവർക്ക് വേദനയില്ല, അവർക്ക് ബേജാറില്ല. പിന്നെ പറയാണ് അല്ലദീന യഅ്കുലൂന റിബാ, പലിശ കഴിക്കുന്ന ആളുകൾ. വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കൽ അനിവാര്യമാണ്, പക്ഷേ ലോൺ എടുക്കാതെ കൊടുത്തൂടെ? ലോൺ എടുക്കാതെ കൊടുക്കുക. ചില ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ? വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് അത് കച്ചവടത്തിൽ ഇറക്കുന്ന ആളുകൾ വരെ. വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് കച്ചവടത്തിൽ ഇറക്കുക. ഇവൻ MBBS കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും MSc കഴിഞ്ഞിട്ടോ ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞ് വരുമ്പോ വാപ്പ പറയാണ്, മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് അടച്ചു തീർത്തോ, വാപ്പ അടുത്ത് പൈസ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നോട് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ചെറിയ ജോലിക്ക് കയറിയിരിക്കുന്ന ആളുകൾ, എഞ്ചിനീയർമാർ വന്ന് പരാതി പറഞ്ഞ് എനിക്കറിയാം. എന്താ ചെയ്യും ഉസ്താദേ, കിട്ടുന്നത് ഇങ്ങനെ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു വാപ്പ, അത് അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഓരോന്നും കഴിക്കുന്ന ആളുകൾ കച്ചവടം തുടങ്ങി. ഒരുപക്ഷെ ഞാൻ പറയാണ്, രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായി അള്ളാഹു തമ്പുരാനോട് സൂക്ഷ്മത പാലിച്ച് നമുക്കതിൽ ഏർപ്പെടേണ്ടി വരും. ചിലപ്പോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റും മറ്റതും മറിച്ചതും കണക്ക് കാണിക്കലും മറ്റുമൊക്കെ സത്യസന്ധമായിട്ട് ചെയ്യേണ്ടി വരും. സത്യസന്ധമായിട്ട് ചെയ്യും. രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ആളുകൾ, രാജ്യദ്രോഹികളായ ആളുകൾ, രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ആളുകൾ, അവർ കഴിക്കുന്നത് ഹറാമിന്റെ പൈസയാകുന്നു. ഹറാമിന്റെ പൈസയാണ്. നിങ്ങൾ അതിനേത് പേരിൽ വിളിച്ചാലും വേണ്ടില്ല. പോലീസ് പിടിക്കുന്നത് പേടിച്ചിട്ട് ഓടുന്ന പൈസക്കാരനുണ്ടല്ലോ, അങ്ങനെയുള്ള പണം മുഴുവൻ റഹ്മാനായ റബ്ബ് നിഷിദ്ധമാക്കിയതല്ലാതെ മറ്റെന്താണ്? രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം യോജിച്ച കാര്യമല്ല, ഒരു മുഅ്മിനിന് യോജിച്ച കാര്യമല്ല. ഹവാലയുടെ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ, ഞാൻ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഗൾഫിൽ നിന്ന് ആ പണം നമ്മൾ അയക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള പണം കൈമാറ്റം ചെയ്യുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തിന് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തുന്നു? നമ്മൾ എന്തിന് നമ്മുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രതിഫലം, റബ്ബേ അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഈ ദുനിയാവിലുള്ള ഒരല്പം സൗകര്യം മതി, തുച്ഛമായ പണത്തിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് ഹവാല ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ചെറുപ്പക്കാര്, അങ്ങനെയുള്ള സമ്പാദ്യത്തിന്റെ പിന്നാലെ പോകുന്നവർ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ലാത്ത പണത്തിന്റെ രൂപത്തിൽപ്പെട്ടതാണ്, നിഷിദ്ധമായ സമ്പാദ്യമാണ്. രാജ്യത്തിന്റെ നിയമത്തിന്, ഇന്ത്യ രാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുവദിക്കാൻ സാധിച്ചിട്ടില്ലാത്ത, അനുവദിച്ചിട്ടില്ലാത്ത പണമിടപാടുകൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനും അനുവദിച്ചിട്ടില്ല എന്നത് അസന്നിഗ്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു പറയുകയാണ്, അല്ലദീന യഅ്കുലൂന الربا لا يقومون
അവർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാചിന്റെ സ്പർശനം മൂലം തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് വരുന്നവർ വരുന്നത് പോലെയല്ലാതെ അവർ എഴുന്നേറ്റ് വരികയില്ല. ഖിയാമത്ത് നാളിൽ അവർ ഇഴഞ്ഞുകൊണ്ടായിരിക്കും വരിക. അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. അല്ലാഹു തആല കച്ചവടത്തെ അനുവദിക്കുകയും അപ്രകാരം തന്നെ അല്ലാഹു പലിശയെ അല്ലാഹു ഹറാമാക്കി. എല്ലാരും ഒന്ന് ആമീൻ പറഞ്ഞേ. പടച്ചോനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഇപ്പൊ ഞാൻ പടച്ചോനെ ഇപ്പൊ തൗബയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു, എന്തിനാണ് ഇപ്പൊ തൗബ ചെയ്യണത്? നമ്മളൊക്കെ എല്ലാ വഖത്തും നിസ്കരിക്കുന്നു, നോമ്പ് തുറപ്പിക്കുന്നു, തുറക്കുക മാത്രല്ല ജഗപ്പൊക്കെയാണ്. പക്ഷേ ഇതുണ്ടോ? ഒന്നാലോചിക്കണം, ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ മരണപ്പെടുന്ന ആളുകൾ പെടല്ലേ? മരണപ്പെടുന്ന ആളുകളുടെ കടങ്ങൾ ഏറ്റെടുക്കാൻ മക്കൾ തയ്യാറാകുന്നു ഉണ്ടോ? എല്ലാവരുടെയും അല്ല പറയുന്നത്, ആരുടെ? പലിശ വിഷയാക്കാതെ മരിച്ചുപോയ ആളുകളുടെ അനുഭവങ്ങൾ എത്രയാണ്. കാരണം എന്താ, ഈ ബാങ്കിൽ ഇത്ര ലക്ഷത്തിന്റെ ലോൺ ഉണ്ട്, മറ്റേ ബാങ്കിൽ ഇത്ര ആഭരണം ഉണ്ട്, മറ്റേ ബാങ്ക് അങ്ങനത്തെ ആള് മരിച്ചുപോയി. ഉസ്താദ് ചോദിക്കുകയാണ്, പൈസന്റെ കാര്യം ഇപ്പൊ അത് പിന്നെ പറയാം എന്നാണ് പറയുന്നത്. അനുഭവങ്ങളുണ്ട് ഇല്ലേ? പണ്ടൊക്കെ ധൈര്യമായിട്ട് വിളിച്ചു പറയും, വാപ്പായുടെ വല്ലതും സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ എന്നെ ബഷീറിനെ ഏൽപ്പിക്കേണ്ടതാണ്, ബഷീറിനോട് ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ സദസ്സ് നാൾ പറയാം, ആദ്യം ബഷീർ എനിക്ക് തരാനുള്ളത് തരട്ടെ, എന്നിട്ട് മതി വാപ്പാന്റെ കടന്ന്. അങ്ങനത്തെ ഒരാണിക്കാരൻ ചിലപ്പോൾ ഏറ്റെടുക്കുക, പെട്ടുപോകും. ഭയങ്കര പെടല് തന്നെയാ. ചിന്തിച്ചു നോക്കണം നിങ്ങൾ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അദ്ദുർഹമു യുസീബുഹു റജുലു മിനൽ റിബാ. ഒരൊറ്റ ദിർഹം, അത് ഒരു മനുഷ്യൻ പലിശയിലൂടെ നേടുന്ന ഒരൊറ്റ ദിർഹമുണ്ടല്ലോ, ആ ദിർഹം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഒരു 33 വ്യഭിചാരത്തെക്കാൾ കഠിനമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വാങ്ങുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം. കടം വാങ്ങിയാൽ കൊടുക്കാത്ത ആളുകൾ, ഈ കടം മേടിക്കലിന് വലിയ കൂലിയുണ്ട്. ഞാനത് വല്ലാതെ പറയണില്ല, കാരണം ഞാൻ ഒരിക്കൽ പള്ളിയിൽ കടം കൊടുക്കുന്നതിന്റെ മഹത്വം പ്രസംഗിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ ഒരാളിൻ്റെ അടുത്ത് സാർ 500 രൂപ കടം വേണമെന്ന് പറഞ്ഞു. എന്നതുപോലെ കടം കൊടുക്കുന്നതിന്റെ കൂലിയൊക്കെ പാടെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് കുറെ കടപാടുകൾ നടക്കും എന്നുള്ളത് കൊണ്ടും കൂടി അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടത്. കടം കൊടുക്കുന്നത് വലിയ കൂലിയാ. പക്ഷെ ആ കടം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ പറയും, ഈ മക്കൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മളൊക്കെ എവിടെയാണല്ലേ ഈ മക്കൾ പറയും, പരിശുദ്ധമായ ഖുർആനിലെ ഒരു പേജ് നിറഞ്ഞ ഒരായത്തുണ്ട്, ആയത്തുദ്ദൈൻ അല്ലേ? ആയത്തുദ്ദൈൻ എന്താണെന്ന് പറയാം, നമ്മൾ ഓതിയിട്ടുണ്ട്, സൂറത്തുൽ ബഖറയിലാണത്. അല്ലാഹു തമ്പുരാൻ ഏറ്റവും വലിയ ആയത്ത് ഖുർആനിലെ ഏറ്റവും വലിയ, അതായത് കടമിടപാട് നടത്തുമ്പോ എഴുതി വെക്കണം, സാക്ഷി ഉണ്ടാവണം. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. നിങ്ങൾ കടം വാങ്ങുന്ന സമയത്ത് ആ വാങ്ങിയതും എഴുതിയതൊക്കെ ഈ ഖുർആന് പറഞ്ഞ നിയമപ്രകാരം ഒന്നങ്ങോട്ട് രേഖപ്പെടുത്തി നോക്കൂ. ഒരു വെള്ള പേപ്പർ എടുക്കുക, വലിയ അഗ്രിമെന്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മുദ്ര പേപ്പർ, ഇത് നമ്മൾ സാധാരണ സുഹൃത്തുക്കളാണ്, നമ്മൾ എന്ത് ചെയ്യും, ഒരു 5000 രൂപ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അതല്ല, ഇതൊരു വെള്ള പേപ്പറിൽ എഴുതിയാ പോരെ, 5000 രൂപ തന്നെ ഡേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, സാക്ഷ്യം കൂടി ആയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്. ആ നിശ്ചയിച്ച ദിവസത്തിന് മുമ്പ് നമുക്കത് വീട്ടാൻ കഴിയും, ഖുർആൻ അനുസരിച്ച് നമ്മളത് പ്രവർത്തിച്ചു. പരീക്ഷ നോക്കി. ഞാനിത് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എന്നോട് 1-2 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം എന്താണെന്നറിയില്ല, കാരണം ഖുർആനിന്റെ ഒരു കൽപ്പന അനുസരിച്ചാണല്ലോ ഞാൻ ആ ഇടപാട് പോലും നടത്തുന്നത്. കടം വാങ്ങി ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമൻ അഖദ അംവാലന്നാസ്
ഒരാൾ ജനങ്ങളുടെ പണം സ്വീകരിച്ചു എന്തിന്? യുരീദു ഇത്ലാഫഹാ, അവനതിനെ നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അല്ലാഹു തആല അവനെ അങ്ങ് നശിപ്പിച്ചു കളയുന്നതാണ്. മൻ മാത വഅലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ, ഒരാൾ മരിച്ചു, അയാൾ ഈ രീതിയിൽ കടമുള്ളയാളാണ്, കുറെ പലിശക്ക് അയാൾ കടം വാങ്ങിയിട്ടുണ്ട്, ശറഅ അനുവദിക്കാത്ത കാര്യങ്ങൾക്ക് അയാൾ കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അയാളത് വീട്ടിയിട്ടില്ല എങ്കിൽ ഖുദിയ മിൻ ഹസനാതിഹി വലൈസ തമ്മ ദീനാറും വലാ ദിർഹമുൻ, ദീനാറോ ദിർഹമുകളോ ഇല്ലാത്ത അവിടെ വെച്ചുകൊണ്ട് അവന്റെ നന്മയിൽ നിന്ന് അല്ലാഹു തആല അവന്റെ ഈ കടത്തെ വീട്ടിക്കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. അതുകൊണ്ട് കടമിടപാടുകളിൽ നമ്മൾ ജാഗ്രത പുലർത്തുക. മുഅ്മിനെ അതിനെക്കുറിച്ച് ഒരുപാട് വാദം പറയാനുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. സാധാരണഗതിയിൽ ഏർപ്പെടുന്ന കടത്തെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ പലിശയുമായി ഇടപെട്ട കടം വേണ്ട. നഊദു ബില്ലാഹ്. നമ്മുടെ സമൂഹത്തിൽ പലിശയിൽ ഇൻവെസ്റ്റ് ചെയ്യൽ കൂടി വരുന്നുവത്രേ. ഗൾഫിൽ നിന്ന് റിട്ടേണായി വരുമ്പോ, PF-മായിട്ട് വരുമ്പോ നമ്മുടെ നാട്ടിൽ പരസ്യമായി പലിശക്ക് പണം കടം കൊടുക്കുന്ന രീതി സ്വീകരിക്കൽ ഒരു തെറ്റാണ് എന്നെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് പല ആളുകളും പണം അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ കൊടുത്ത് അതിലൂടെ ലാഭം കൊയ്യുന്ന പ്രവണത ഉമ്മത്തിൽ ഏറി വരുന്നു എന്ന് കേൾക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ സമൂഹത്തെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പിന്നെ എങ്ങനെയാണ് ജീർണതകളില്ലാതിരിക്കുക? എങ്ങനെയാണ് കഞ്ചാവ് വലിക്കുന്ന മക്കളില്ലാതിരിക്കുക? എങ്ങനെയാണ് നല്ലവർ ഉണ്ടാവുക? എങ്ങനെയാണ് ആലിമീങ്ങളുടെ സ്വാധീനം ഉണ്ടാവുക? സൂക്ഷിക്കുക. നമ്മൾ നമ്മുടെ സമ്പാദ്യത്തെ സൂക്ഷിക്കുക. ജാഗ്രതയോടെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമ്മൾ എല്ലാ പണിയും ഇബാദത്താണ്. എല്ലാ പണിയും ഇബാദത്താണ്. നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഉരുളക്ക് നിനക്ക് ദാനത്തിന്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കൂലി മേടിച്ചവനല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഇല്ലേ? ആ കൂലി മേടിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറന്നിട്ടൊന്ന് മേടിക്കാൻ ശ്രമിച്ചു നോക്കൂ. എന്ത്? നീ നിന്റെ ഭാര്യ, റസൂലുള്ളാഹി അങ്ങനെ തന്നെ പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്ക് പോലും നിനക്ക് കൂലിയുണ്ട് എന്ന് പറഞ്ഞാല് ഭക്ഷണം ഇങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് അത് വെച്ചു കൊടുക്കണം എന്ന് മാത്രമല്ല അതിന്റെ ആശയം. നീ നിന്റെ ഭാര്യക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, അവൾക്ക് ഭക്ഷണം കൊടുക്കണേലും അവൾക്ക് വസ്ത്രം കൊടുക്കുന്നതിലും ഒക്കെ നിനക്ക് കൂലിയാണ്. മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നതിലും ഉമ്മാക്ക് വേണ്ടി കൊടുക്കുന്നതിലും. അതായത് ഏതൊക്കെ രീതിയിലാണോ നമ്മൾ സമ്പാദ്യം നടത്തുന്നത്, ആ സമ്പാദ്യം നടത്തുന്നതിനൊക്കെ അല്ലാഹു തആല കൂലി തരും. പക്ഷേ അതെന്താവണം? ഹലാലാവണം. എല്ലായിടത്തും ശ്രദ്ധിക്കണം. ഓട്ടോ ഓടിക്കുന്ന ആളാണ്, അനാവശ്യമായിട്ട് ഏറെ കൂലി വാങ്ങരുത്. ഏൽപ്പിക്കപ്പെട്ട ജോലി ഉത്തരവാദിത്തത്തോടുകൂടെ നിർവഹിച്ചാലേ പ്രതിഫലം ലഭ്യമാവുകയുള്ളൂ. ഏൽപ്പിക്കപ്പെട്ട ജോലി എന്താണ്? അയാൾ പെയിന്റ് അടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ പെയിന്റ് അടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചാൽ അയാൾക്ക് കൂലി കൊടുക്കണം എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ആ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി അയാൾ നിർവഹിക്കുക, എന്നിട്ട് കൂലി വാങ്ങുക, പണിയെടുക്കുക, എന്നിട്ട് കൂലി, എന്നാലേ ഹലാലാവുള്ളൂ. അല്ലേ? ഇപ്പൊ സർക്കാർ ഓഫീസുകളെ കുറിച്ചൊക്കെ പറയുന്ന ആക്ഷേപങ്ങളൊന്നും ഇപ്പൊ ഇല്ലാന്ന് കേൾക്കുന്നു. സർക്കാർ ജോലിയിലൊന്നും ഏർപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഇന്നിപ്പോ ഈ സദസ്സിൽ വന്നിരിക്കൂലല്ലോ. പക്ഷേ പിന്നീട് ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇപ്പൊ അടുത്ത പത്രത്തിലുണ്ടായിരുന്നു, എല്ലാവരും ഒപ്പിട്ടിട്ട് പിന്നെ കല്യാണത്തിന് പോയി. ഇപ്പൊ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, എല്ലാവരും സർക്കാർ ഓഫീസിലോ ഏതോ വില്ലേജ് ഓഫീസിലോ മറ്റോ എല്ലാവരും ഒപ്പിട്ട് എന്നിട്ട് സഹപ്രവർത്തകന്റെ മകളുടെ കല്യാണത്തിന് പോയി. നഊദുബില്ലാഹ്. എങ്ങനെയാണ് ആ ഹലാലാവുക? ഉസ്താദുമാരായ നമ്മളൊക്കെ ശ്രദ്ധിക്കണത്, കോളേജുകളിൽ ജോലി ചെയ്യുന്നവർ, മദ്രസകളിൽ ജോലി ചെയ്യുന്നവർ, നമുക്കുള്ള ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹലാലാവണമെങ്കിൽ എന്താണോ ഉത്തരവാദിത്തപ്പെട്ട ജോലി, അത് വില്ലേജ് ഓഫീസർ ആണെങ്കിൽ, അത് പ്യൂണാണെങ്കിൽ, അത് അധ്യാപകനാണെങ്കിൽ, അത് മദ്രസ മുഅല്ലിമാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, സമയം ദൈർഘ്യമായത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു.
റഹ്മാനായ റബ്ബ് സ്വീകരിക്കട്ടെ. അല്ലാഹു തമ്പുരാൻ ഈ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് അവസാനമായി പറയാനുള്ളത്, ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. പടച്ചവനെ, ഞാൻ നിന്റെ ഒരടിമയാണ്. അല്ലാഹുവേ, ദുർബലനായ ഒരടിമയാണ്. എപ്പോഴാണ് എന്റെ ജീവിതം അവസാനിക്കുന്നത് എന്നറിയില്ല. എപ്പോഴാണ് ഞാൻ വിട പറഞ്ഞു പോകുന്നത് എന്നറിയില്ല. എന്റെ കാര്യം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. റഹ്മാനായ തമ്പുരാനെ, നീ എനിക്ക് നൽകിയ സമ്പാദ്യം അത് പടച്ചവനെ നീ അനുവദിച്ചത് മാത്രമേ ആകാൻ പറ്റുകയുള്ളൂ. പടച്ച തമ്പുരാനെ, ആ അനുവദിച്ച സമ്പാദ്യം റഹ്മാനായ റബ്ബേ, അനുവദിച്ച സമ്പാദ്യം അനുവദിച്ച മാർഗത്തിലേ ഞാൻ ചെലവഴിക്കുകയുള്ളൂ. എന്റെ ഖബറിന്റെ ഉള്ളിൽ പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മഹ്ശറയിൽ എന്റെ കാൽപാദം മുന്നോട്ട് വെക്കണമെങ്കിൽ നിന്റെ മുമ്പിൽ ഞാനത് മറുപടി പറയണമല്ലോ. റഹ്മാനായ റബ്ബിന്റെ വിചാരങ്ങൾ നമുക്കുണ്ടാവണം. സമ്പാദിച്ചതിൽ വല്ലതും നേടിയെടുത്തതിൽ വല്ലതും തെറ്റായത് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അനന്തരം കിട്ടിയതൊക്കെ ശ്രദ്ധിക്കുക. അനന്തരം കിട്ടിയതൊക്കെ ഒന്നിരുന്ന് ആലോചിക്കുക. ശരിയല്ലേ? എന്റെ പെങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ? അത് അളിയന് അനുജന് കിട്ടേണ്ടതല്ലേ? ശ്രദ്ധിക്കുക. വസൂയത്തുകൾ നടപ്പിലാക്കാത്തവരുണ്ടാവും. വസൂയത്തുകൾ നടപ്പിലാക്കാത്തവരുണ്ടാവും. എത്ര ആളുകളാണ് വാപ്പ എഴുതി വെച്ചു, അനന്തരം എടുക്കുന്ന നേരത്തായി എഴുതി വെച്ചത് അവരങ്ങോട്ട് മാറ്റിവെച്ചു. അനുഭവങ്ങളില്ലേ? ഞാൻ ഈ പറയുന്നത് നമ്മളെല്ലാവരും അങ്ങനെയാണ് എന്ന അർത്ഥത്തിലല്ല, അങ്ങനെ ആവരുത് എന്ന സതുദ്ദേശത്തോടു കൂടെയാണ്. 8 ദിവസം ഈ സദസ്സിൽ ഇങ്ങനെ വന്നിരുന്ന് ഒരുപാട് സതുപദേശങ്ങൾ കേട്ട് കരിങ്കല്ലത്താണിയിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഅ്മിനീങ്ങൾ ഒരുപാട് നന്നാവും. ഇത് അല്ലാഹു തമ്പുരാൻ നൽകുന്ന തൗഫീഖാണ്. ഇത് ഖുർആനിന്റെ ശക്തിയാണ്. ഇതാണ് ഖുർആന്റെ ശക്തി. ഷംസാദ് സലീമും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വളരെ അധ്വാനിച്ചുകൊണ്ട്, സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ നമ്മളൊക്കെ ഇതിൽ വന്നിട്ട് ഈ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമുക്കുള്ള അവസരം ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ഇത് ഏറ്റവും നല്ല അവസരമാണ്. മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد. أرحم الراحمين ആയ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളിതാ നോമ്പ് നോറ്റവരാണല്ലാഹ്. ഈ വെയിലത്തിതാ ഞങ്ങൾ നടന്നു വന്ന് ഈ മജ്ലിസിൽ 2 മണിക്കൂറോളം ഞങ്ങൾ ഇരുന്നു റബ്ബേ. ഒരുപാട് ആയത്തുകൾ കേട്ടു, ഹദീസുകൾ കേട്ടു, ചരിത്രങ്ങൾ കേട്ടു. അല്ലാഹുവേ, നീ ഹറാമാക്കിയ ഒട്ടനേകം കാര്യങ്ങൾ നിന്ന് അകന്നു നിൽക്കാൻ പ്രതിജ്ഞയെടുത്ത സദസ്സാണ്. പടച്ചവനെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ നീ ദൂരീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിലെ മോശമായ വിചാരങ്ങളെ നീ അകറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കൽബുകളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഈമാനിന്റെ വെളിച്ചം നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ തഖ്വയുടെ വെളിച്ചം നൽകണേ അല്ലാ. കാരുണ്യവാനായ റബ്ബേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്കൊരാളുമില്ല, നിന്റെ മുമ്പിലല്ലാതെ പറയാൻ ഞങ്ങൾക്കൊരാളുമില്ല. അല്ലാഹുവേ, പടച്ചവനെ, ഈ കൊച്ചുകുട്ടി ഇതാ ആ കുട്ടിയുടെ കയ്യിൽ കിടന്ന ഒരു വള ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. അല്ലാഹുവേ, ഈ കുഞ്ഞിനെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ കുഞ്ഞിനെ നീ നല്ലവരിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് എല്ലാ രീതിയിലും സംതൃപ്തി നൽകുന്ന നന്മയുടെ ഒരു വളർച്ച ആ കുഞ്ഞിന് നീ കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഉമ്മ മരിച്ചുപോയി റബ്ബേ, ഉപ്പ മരിച്ചുപോയി അല്ലാ. അവരുടെ ഖബറുകളിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ആ ഉമ്മയുടെ മുഖം ഞങ്ങൾ ഓർക്കുന്നു, ആ ഉപ്പയുടെ മുഖം ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ഖബറുകൾ വിശാലമാക്ക് റഹ്മാനെ, സ്വർഗമാക്ക് റബ്ബേ. സ്വതക്ക നൽകിയവരുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ആരുടെയൊക്കെ ഉമ്മയും ബാപ്പയുമാണോ മരിച്ചു പോയിട്ടുള്ളത്, അവരുടെ ഖബറുകളിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ
ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാര് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഖൈറുകൾ അവർക്ക് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിതാ ഒരുമിച്ച് നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ഈ പിഞ്ചു മക്കൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളെ നല്ല പ്രഗത്ഭരായ ഹാഫിദീങ്ങളാക്കണേ അല്ലാ, നല്ല ആലിമീങ്ങളാക്കണേ അല്ലാ. ഇവർക്ക് ഭക്ഷണം നൽകുന്നവർ, ഇവർക്ക് കെട്ടിടം നൽകുന്നവർ, ഇവർക്ക് സൗകര്യങ്ങൾ നൽകുന്നവർ, അവരെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. സ്വന്തം വീട്ടിലെ കാര്യത്തെക്കാൾ ആവേശത്തോടെ ഈ കാര്യം കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട ഷംസാദിനെയും സഹപ്രവർത്തകന്മാരെയും നീ സ്വീകരിക്കണേ അല്ലാ. SKSSF-ന്റെ എന്റെ അനുജന്മാരായ വിഖായ വളണ്ടിയർമാർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, ഈ നട്ടുച്ചവയിൽ ഈ വാള് കേട്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ ഒരുപാട് തേട്ടങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട് റബ്ബേ. എല്ലാ ചോദ്യങ്ങൾക്കും നീ ഉത്തരം നൽകണേ അല്ലാ. റബ്ബേ, കടങ്ങളിൽ നിന്ന് മോചനം നൽക റബ്ബേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. കടങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. കടമില്ലാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളായ മക്കളാക്ക് റബ്ബേ, ഹാഫിളീങ്ങളായ മക്കളാക്ക് അല്ലാ. റബ്ബേ, മക്കളുടെ ജോലിയിലും കച്ചവടത്തിലും ബറക്കത്ത് ചെയ്യ് അല്ലാ. പടച്ചവനെ, മക്കൾക്ക് ബറക്കത്ത് കൊടുക്കുക അല്ലാ, മക്കൾക്ക് ഇസ്സത്ത് കൊടുക്കുക അല്ലാ, തന്റെ ഇടം കൊടുക്കുക റബ്ബേ, ബുദ്ധി കൊടുക്കുക റബ്ബേ. ഞങ്ങളുടെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഖൈർ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നീ വളർത്തണേ അല്ലാ, ഉയർത്തണേ അല്ലാ. സമസ്തക്ക് ശക്തി നൽകണേ അല്ലാ. സമസ്തയുടെ ആലിമീങ്ങൾക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സാദിഖ് മുസ്ലിയാർ രോഗിയാണ്, നീ ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നേരത്തെ ശംസാദ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞ് രോഗികളായ ആളുകൾ, അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിതാ കൈകൾ ഉയർത്തി ചോദിക്കുന്നു, ഈ നോമ്പ് അനുകൂലമായി ഞങ്ങൾക്ക് സാക്ഷി പറയണേ അല്ലാ. ഈ സദസ്സ് സ്വർഗത്തിന്റെ സദസ്സാക്കണേ അല്ലാ. നൂറുകണക്കിന് കിലോമീറ്ററുകൾ വാഹനം ഓടിച്ചെന്നെ ആലുവയിലെത്തിക്കുന്ന ഡ്രൈവറായ സഹോദരൻ, അല്ലാഹുവേ, ഖൈർ കൊടുക്കണേ തമ്പുരാനെ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, 8 ദിവസം ഇവിടെ പങ്കെടുക്കുന്ന ഉസ്താദുമാരുടെയൊക്കെ വാളുകളിലും അവരുടെ തദ്രീസുകളിലും അവരുടെ പ്രസംഗത്തിലുമൊക്കെ ഖൈറും ബറക്കത്തും ചൊരിയണേ തമ്പുരാനെ. ഇവിടെ അറിവ് പഠിപ്പിക്കുന്ന, ദർസ് പഠിപ്പിക്കുന്ന സലാം നദവിയെ പോലെയുള്ള, പ്രിയപ്പെട്ട റഷീദ് മുസ്ലിയാരെ പോലെയുള്ള ഒരുപാട് ഹാഫിളീങ്ങളും അല്ലാത്തവരുമായ ഉസ്താദുമാർ, അവരുടെ ഹിഫ്ളിലും അവരുടെ തദ്രീസിലും ഒക്കെ നീ ഖൈറും ബറക്കത്തും ചൊരിയണേ റബ്ബേ. റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട് ബാങ്ക് വിളിക്കാനായി. അല്ലാഹുവേ, ജീവിതത്തിൽ ഞങ്ങളുടെ അവസാന സമയമുണ്ടല്ലോ, അസന്നിഗ്ധമായ സമയമുണ്ടല്ലോ, അത് ഞങ്ങൾക്കൊക്കെ വരുമെന്ന കാര്യം ഉറപ്പാണ്. എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണെന്നറിയില്ല. കാലിന്റെ പെരുവിരലിന്റെ അഗ്രത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവനെ വലിച്ചെടുക്കുമ്പോൾ, ഞങ്ങളുടെ റൂഹ് പിരിയുമ്പോൾ, മരണം ഞങ്ങൾ കൺമുന്നിൽ കാണുമ്പോ, തമ്പുരാനെ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ കുറച്ചു കാലം കൂടെ കഴിയണമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങളിതാ നിന്നോട് റമളാനിലെ ഈ നട്ടുച്ചവേളിൽ കൈകൾ ഉയർത്തി ചോദിക്കുന്നു റബ്ബേ. ജീവിതത്തിൽ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞ ഒരു മന്ത്രമുണ്ടല്ലോ, കേട്ട ഒരു മന്ത്രമുണ്ടല്ലോ, നിന്റെ അമ്പിയാക്കൾ പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ടല്ലോ, കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.